ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। എട്ടാമത്തെ ശ്ലോകം മൂന്നാധ്യായം. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധ്യേത കർമ്മണഃ യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗഃ സമാചര. സഹ യജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം യേഷവോസ്തിഷ്ഠ കാമധുക്. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഃ ദാസ്യന്തെ യജ്ഞഭാവിതാഃ തൈർദത്താനപ്രദായേഭ്യഃ യോ ഭുങ്ക്തേസ്തേന ഏവ സഃ. യജ്ഞശിഷ്ടാശിനഃ സന്തഃ മുച്യന്തെ സർവകിൽബിഷൈഃ ഭുഞ്ജത്തെ തേ തുഘം പാപാഃ യേ പചന്ത്യാത്മകാരണാത്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്നസംഭവഃ യജ്ഞാദ് ഭവതി പർജന്യഃ യജ്ഞകർമ്മസമുദ്ഭവഃ. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം. തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹ യഃ അഘായുരിന്ദ്രിയാരാമഃ മോഘം പാർത്ഥ സ ജീവതി. യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യത്തെ. നൈവ തസ്യ കൃതേനാർത്തഃ ന കൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര. അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്തിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ഒമ്പതാമത്തെ ശ്ലോകം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗഃ സമാചര. യജ്ഞാർത്ഥാത് അന്യത്ര കർമ്മണഃ അയം കർമ്മബന്ധനഃ ലോകഃ ഭവതി തദർത്ഥം കൗന്തേയ മുക്തസംഗഃ സൻ കർമ്മ സമാചര. യജ്ഞാർത്ഥാദന്യത്ര. അപ്പോൾ യജ്ഞത്തിൽ നിന്ന് യജ്ഞത്തിനായിക്കൊണ്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അയം കർമ്മബന്ധനഃ ഭവതി. ആർക്ക്? കർമ്മണഃ. ഈ കർമ്മങ്ങൾക്ക്, യജ്ഞത്തിൽ നിന്ന് അന്യമായ കർമ്മങ്ങൾക്ക് അയം കർമ്മബന്ധനഃ ലോകഃ ഭവതി. ഇത് ലോകർക്ക്, ജനങ്ങൾക്ക് കർമ്മബന്ധമായിട്ട് ഭവിക്കുന്നു. അപ്പോൾ യജ്ഞത്തിൽ നിന്നും അന്യമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത് അത് ബന്ധനത്തിന് കാരണമാകുന്നു. തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗ സമാചര. തദർത്ഥം, തദർത്ഥം ഇവിടെ പറഞ്ഞിരിക്കുന്ന തത്ത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന യജ്ഞത്തിനെയാണ്. അപ്പോൾ തദർത്ഥം എന്ന് പറയുമ്പോൾ യജ്ഞാർത്ഥം. യജ്ഞാർത്ഥം തദർത്ഥം ഹേ കൗന്തേയ മുക്തസംഗ സന് സംഘരഹിതനായിട്ട് കർമ്മസമാചര, കർമ്മത്തെ വേണ്ടവിധം അനുഷ്ഠിക്കുക. അപ്പോൾ ഇവിടെ യജ്ഞോ വൈ വിഷ്ണു എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ യജ്ഞോ വൈ വിഷ്ണു എന്ന് പറയുന്നത് യജ്ഞം തന്നെ വിഷ്ണു ആകുന്നു.
അപ്പോൾ മുമ്പ് നമ്മൾ കാണുകയുണ്ടായി എങ്ങനെയാണ് ഈ കർമ്മവും യജ്ഞവും തമ്മിലുള്ള വേർതിരിവ് തുടങ്ങിയിട്ടുള്ള ഭാഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ കാണുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഈ യജ്ഞം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതെന്താണെന്നുള്ളതിന് അതിനെക്കുറിച്ച് ഭഗവാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ ഭാഗത്തിലേക്ക് വരാൻ. ഇവിടെ നമുക്കിപ്പോൾ കാണുന്നത് യജ്ഞോ വൈ വിഷ്ണുഹു എന്നുള്ള ഈ പ്രയോഗത്തിൽ അതൊരു ശ്രുതിവാക്യമാണ്. ഇപ്പോൾ യജ്ഞം തന്നെ വിഷ്ണുവാകുന്നു എന്ന്. അപ്പോൾ ഈശ്വരൻ തന്നെയാണ് യജ്ഞം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ അതായത് യജ്ഞത്തെ രക്ഷിക്കുന്നവനും ഈശ്വരനാണ്. യജ്ഞം ചെയ്യപ്പെടുക എന്ന് പറയുന്ന കർമ്മവും ഇവിടെ ഈശ്വരൻ തന്നെയാണ്. അതാണ് യജ്ഞോ വൈ വിഷ്ണു എന്നുള്ള ഈ പ്രയോഗത്തിൽ. അപ്പോൾ യജ്ഞത്തിൽ നിന്ന് അന്യമായിട്ടുള്ള കർമ്മവും യജ്ഞമായ കർമ്മവും, ഇങ്ങനെ നമുക്ക് കർമ്മത്തെ രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈദികവും അവൈദികവുമായ കർമ്മം എന്നതിനേക്കാൾ ഉപരി ഇന്നത്തെ കാലഘട്ടത്തിലെ ഈശ്വരാർപ്പണമായ കർമ്മവും ഈശ്വരാർപ്പണമല്ലാത്തതായ കർമ്മവും സ്വാർത്ഥം എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെടുന്നതായ കർമ്മവും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഭാഗമാണ് ഈ കർമ്മവും യജ്ഞസങ്കല്പവും എന്ന് പറയുന്നത്. അപ്പൊ യജ്ഞം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഉടൻ തന്നെ ഒരു വൈദിക മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടുള്ള ഒരു യജ്ഞശാലയും അതിലേക്ക് അഗ്നി ജ്വലിക്കുന്ന ഹോമകുണ്ടം, പിന്നീട് ഹവിസൊക്കെ അർപ്പിക്കൽ തുടങ്ങിയിട്ടുള്ളതിലേക്ക് നമ്മുടെ മനസ്സ് പെട്ടെന്ന് വരും. അപ്പോൾ ഇതിനെ വെച്ചുകൊണ്ട് തന്നെ ഭഗവാൻ ഇനി ഇപ്പോൾ പറയാൻ പോകുന്ന അധ്യായങ്ങളിലായിട്ട് യജ്ഞത്തെ എത്ര വളരെ വിശാലമായിട്ടും വിശദമായിട്ടുമാണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്നും നമ്മുടെ ഓരോരോ കർമ്മങ്ങളും യജ്ഞമായിട്ട് എങ്ങനെ മാറുന്നു. വെറും ആഹാരം കഴിക്കൽ തന്നെയാണ് അതൊരു യജ്ഞമായിട്ട് മാറുന്നു. അങ്ങനെ അതേമാതിരി തന്നെ ശ്വാസോച്ഛ്വാസം അത് യജ്ഞമായിട്ട് അപാനേ ജുഹുതി പ്രാണം പ്രാണാപാനേ തഥാപരേ തുടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങളിലൂടെ അത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ശ്വാസോച്ഛ്വാസം എടുക്കുക എന്ന് പറയുന്നത് തന്നെ യജ്ഞമാകുന്നു. വാക്കുകൾ പറയുക എന്ന് പറയുന്നത് യജ്ഞമാകുന്നു. നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് യജ്ഞമാക്കി എങ്ങനെ മാറ്റാമെന്നുള്ളതിനെക്കുറിച്ച് ഭഗവാൻ വിശദമായിട്ട് തന്നെ ഇനി വരാൻ പോകുന്ന അധ്യായങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അതിനാൽ ഇവിടെ യജ്ഞം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാകിയാൽ എങ്ങനെയാണ് ഈശ്വരനാൽ ആകപ്പാടെ മൂടപ്പെട്ടവനായിട്ടൊരുവൻ മാറാൻ സാധിക്കുക? അതാണ് ഈശാവാസ്യം ഇതം സർവം എന്നതിനകത്ത് പ്രപഞ്ചത്തെ ഒന്നാകെ ഈശ്വരനാൽ മൂടപ്പെടണമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ യജ്ഞമെന്ന് പറയുന്നത് വിഷ്ണുവാണ്. ആ വിഷ്ണുവാൽ ഒരുവൻ കർത്താവ് വിഷ്ണുവാൽ മൂടപ്പെടുന്നു. അത് കർത്താവിനാൽ ചെയ്യപ്പെടുന്നതാണല്ലോ കർമ്മത്തിനെയാണല്ലോ യജ്ഞമായി മാറ്റേണ്ടത്. യജ്ഞം തന്നെ വിഷ്ണു ആകുമ്പോൾ കർമ്മം എന്ന് പറയുന്നത് യജ്ഞമാകുന്നു, അത് വിഷ്ണുവാകുന്നു. കർത്താവാകുന്നത് കർമ്മത്താലാണ്. അതിനാൽ യജ്ഞത്താൽ ഒരുവൻ, അതായത് യജ്ഞം എന്ന് പറയുന്നത് ഇവിടെ വിഷ്ണുവാണ്, വിഷ്ണുവിനാൽ ഒരുവൻ മൂടപ്പെടുന്നു, കർത്താവ് മൂടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ കർത്താവ് തന്നെ അപ്രസക്തമാകുന്നു. പകരം വിഷ്ണു ഭഗവാൻ തന്നെ മാത്രമായിട്ട് മാറുന്നു. ഈ മാതിരിയുള്ള ഒരു യജ്ഞസങ്കല്പത്തിലേക്കാണ് നമ്മളിവിടെ കടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭഗവത്ഗീതയിൽ പറയപ്പെട്ടതായ യജ്ഞം, അതേപോലെ തന്നെ കർമ്മയോഗം എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. കേൾക്കുമ്പോൾ വളരെ എളുപ്പമുള്ളതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. ഇതിനെയൊക്കെ ധ്യാനാത്മകമായിട്ട് സമീപിക്കുക എന്ന് മാത്രമേ ഇതിനൊക്കെ നിവൃത്തിയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഇത് തമ്മിൽ ഈ മോരും മുതിരയും പോലെ ഒന്നും യോജിക്കാതെ, പൂജിക്കുക എന്ന് പറയുന്നത് ഒന്ന്, ധ്യാനിക്കുക എന്ന് പറയുന്നത് വേറൊന്ന്, കർമ്മയോഗം എന്ന് പറഞ്ഞാൽ വേറൊന്ന്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ വേറൊന്ന്, മുക്തി എന്ന് പറഞ്ഞാൽ വേറൊന്ന്, ഇതൊന്നും അർത്ഥമില്ലാത്തതായിട്ടും കർമ്മം ചെയ്തിട്ട് എന്തെങ്കിലും ഫലം നേടുക എന്ന് പറഞ്ഞാൽ അത് മാത്രം ഒരു അർത്ഥമുള്ളതായിട്ടും ഒക്കെ നമുക്ക് തോന്നുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിനൊന്നും നമ്മൾ അർഹിക്കപ്പെട്ട പ്രാധാന്യം കൊടുക്കാതെ, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നമ്മൾ പഠിക്കുന്നത് കൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഒരു ആശങ്ക, ഒരു സംശയം, ഒരു മനസ്സിലാവാതിരിക്കൽ തുടങ്ങിയിട്ടുണ്ട് വരികയാണെങ്കിൽ അതിന്റെ കാരണം. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ യജ്ഞം എന്നുള്ള വാക്കും കർമ്മയോഗം എന്നുള്ള വാക്കുമാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ മുഴുവൻ വളരെയധികം വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് കർമ്മയോഗം എന്ന് പറയുമ്പോൾ ഒരു 2 വരിയിൽ ഒതുങ്ങുന്ന ഒന്നല്ലത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞമാണ് കർമ്മയോഗം. അപ്പോൾ യജ്ഞം തന്നെ കർമ്മയോഗമാകുന്നു, യജ്ഞം തന്നെ വിഷ്ണുവാകുന്നു. ഇങ്ങനെ പലവിധത്തിലുള്ള വകഭേദങ്ങളും ചിന്താധാരകളും നമുക്ക് ഇതിനുള്ളിലേക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര എന്ന് പറയുമ്പോൾ യജ്ഞത്തിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതായ കർമ്മമാകുന്നു. യജ്ഞവും വേറെ കർമ്മം വേറെ, ഇപ്രകാരം നമ്മൾ രണ്ടായിട്ട് തിരിച്ച ശേഷം യജ്ഞാർത്ഥാത് അന്യത്ര കർമ്മം എന്ന് പറയുമ്പോൾ യജ്ഞത്തിൽ നിന്ന് അന്യമായിട്ടുള്ള കർമ്മം.
എന്ന് പറഞ്ഞാൽ സാധാരണ ലൗകിക കർമ്മം. അപ്പൊ ഈ സാധാരണ ലൗകിക കർമ്മം എന്ന് പറയുന്നതും തന്നെ യജ്ഞമായി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഈ സാധാരണ ലൗകിക കർമ്മത്തിലെ യജ്ഞമായിട്ടുള്ളതും യജ്ഞമല്ലാത്തതായിട്ടും നമുക്ക് വേർതിരിക്കണം. അപ്പൊ ഇങ്ങനെ വേർതിരിച്ച് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഏതൊരു നിർവചനമാണ് ഏറ്റവും കറക്റ്റായിട്ട് യോജിക്കുക ഇവിടെ ഈ യജ്ഞത്തിന് അല്ലെങ്കിൽ കർമ്മയോഗത്തിന്? കാരണം യജ്ഞവും കർമ്മയോഗവും ഒന്നായിട്ട് മാറുന്ന ഒരു ഘട്ടമുണ്ട്. ഏത് ഘട്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണോ കർമ്മഫലം ഈശ്വരനായിട്ട് അർപ്പിക്കുക എന്ന് പറയുന്നത് വരുന്നത്, എപ്പോഴാണോ യജ്ഞഫലം പ്രസാദമായിട്ട് സ്വീകരിക്കുക എന്ന് വരുന്നത്, അപ്പോൾ അത് കർമ്മയോഗമായി. ഇതാണ് അതിന്റെ രഹസ്യം. അപ്പോൾ അതനുസരിച്ചിട്ട് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാനല്ലാത്തതെല്ലാം ഭഗവാൻ എന്നതിലേക്ക് ഒന്നാമതെത്തുന്നു. രണ്ടാമതായിട്ട് ഞാൻ ഉൾപ്പെടുന്നതെല്ലാം ഭഗവാനാണെന്നുള്ളതിലേക്ക് എത്തുന്നു. മൂന്നാമതായിട്ട് ഞാൻ എന്നത് ഭഗവാനാകുന്നു എന്നതിലേക്ക് എത്തുന്നു. ഇതൊരു പ്രോസസ്സാണ്, ഒരു മനസ്സിലാക്കുന്നതായ തലമാണ്. അതായത് ആയിത്തീരുക എന്നുള്ളതിലേക്കല്ല എത്തുന്നത്, കർമ്മത്താൽ ആയിത്തീരുക എന്നതിലേക്കല്ല എത്തുന്നത്, പകരം ജ്ഞാനത്താൽ തിരിച്ചറിവിലൂടെയാണ്. അപ്പോൾ ഓരോരോ ഘട്ടത്തിലൂടെയും എങ്ങനെയാണോ ഒരുവന്റെ വ്യക്തിത്വം അവൻ തിരിച്ചറിയുന്നത്, അപ്രകാരം ഇവിടെ നമ്മൾ ഓരോരോ തലങ്ങളിലൂടെ ഈശ്വരന്റെ വ്യാപ്തി നമ്മൾ തിരിച്ചറിയുന്നത്. വ്യാപനശീലത്വം, ഭഗവാന്റെ വ്യാപനശീലത്വത്തെക്കുറിച്ച് നമ്മളിവിടെ ഭഗവാനെ അറിയുന്നതിലൂടെ ഭഗവാന്റെ വ്യാപനശീലത്വം നമ്മൾ തിരിച്ചറിയുന്നു. എങ്ങനെയെന്നാൽ പ്രപഞ്ചം മുഴുവൻ വിഷ്ണു വ്യാപിച്ചിരിക്കുന്നു എന്നതിനെ തത്വവിചാരത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു. ആ പ്രപഞ്ചത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ദേഹ ഇന്ദ്രിയ സംഘാതങ്ങളിലെല്ലാം നിറയുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്രകാരം അതേ ഈശ്വര വ്യാപ്തി തന്നെ ദേഹേന്ദ്രിയ സംഘാതത്തിലേക്കും കൂടെ വ്യാപിച്ചിരിക്കുന്നു എന്നറിയുന്നു. ആ ദേഹേന്ദ്രിയ സംഘാതം എന്ന് പറയുന്നത് ദേഹം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരം ഇങ്ങനെ പറയപ്പെടുന്ന സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും കാരണശരീരവും കൂടി ചേർന്നതാണ് നമ്മൾ തിരിച്ചറിയുന്നു. അങ്ങനെ വരുമ്പോൾ ഈശ്വരന്റെ വ്യാപ്തി എന്ന് പറയുന്നത് പ്രപഞ്ചമൊന്നാകെ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വദേഹത്തിലേക്കും സൂക്ഷ്മ ശരീരത്തിലേക്കും സ്ഥൂല ശരീരത്തിലേക്കും അതേമാതിരി കാരണശരീരത്തിലേക്കും കൂടെ വ്യാപിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ ഒരുവൻ അറിയുന്നത് ഈശനാൽ മൂടപ്പെടണമെന്നുള്ള ഈശാവാസ്യമിതം എന്നതിലെ ആ ഈശനാൽ മൂടപ്പെട്ടവനായിട്ടിരിക്കുന്നു ഒരുവനെന്നറിയുന്ന സന്ദർഭത്തിലാണ് അവനും ഈശ്വരനുമായിട്ടുള്ള ബന്ധം സ്ഥാപിതമാകുന്നത്. ഇത് ബന്ധം തിരിച്ചറിയുന്നതിനർത്ഥം മുമ്പേ ഉള്ളതായ ബന്ധം, ആ മുമ്പേ ഉള്ളതായ ജീവാത്മ പരമാത്മ ബന്ധം എന്നിവിടെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ ജീവേശ്വര ബന്ധം എന്ന് തരത്തിൽ വിശേഷിപ്പിക്കാവുന്ന, ഏത് തരത്തിലാണെങ്കിലും വിശേഷിപ്പിച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ വിശേഷിപ്പിക്കാവുന്ന ഒരു ബന്ധത്തെ അല്ലെങ്കിൽ നരനാരായണ ബന്ധത്തെ ഇവിടെ തിരിച്ചറിയുന്നു. ഇങ്ങനെ തിരിച്ചറിയുമ്പോൾ ഞാനും ഈശ്വരനും എന്നുള്ള ജ്ഞാനദ്വയങ്ങൾ എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ ഒന്നായ നിന്നയിക രണ്ടെന്ന് കാണുന്നതും അതേ തലത്തിൽ തന്നെയാണ്. ഇപ്രകാരം ഈ രണ്ടസ്തിത്വത്തെ തിരിച്ചറിഞ്ഞിട്ട് പിന്നീട് ആ ഒരസ്തിത്വം എന്ന് പറയുന്ന കർത്തൃത്വാഭിമാനിയായിട്ട് നിൽക്കുകയും മറ്റേ അസ്തിത്വം എന്ന് പറയുന്ന കർത്തൃത്വരഹിതമായിട്ടുള്ള അകർത്തൃത്വ സ്വരൂപമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ അകർത്തൃത്വ സ്വരൂപമായ ഭഗവാനും കർത്തൃസ്വരൂപമായിട്ടുള്ള ജീവാത്മാവും തമ്മിലുള്ള ബന്ധം ഏത് വിധത്തിലുള്ളതായിരിക്കും എന്നുള്ളതിനാണ് കർമ്മയോഗം എന്നുള്ള പ്രസക്തി അവിടെ വരുന്നത്. കാരണം കർത്തൃത്വാഭിമാനി ആയിരിക്കുന്നിടത്തോളം കാലം കർത്താവായിട്ട് നിൽക്കുന്നു. അജ്ഞാന സമ്മിശ്രമായിട്ടുള്ള സ്വരൂപമാണ് കർത്തൃത്വത്തിന് കാരണം, അജ്ഞാന സമ്മിശ്രമായ സ്വരൂപമാണ് കർത്താവായിട്ട് നിൽക്കുന്നത്. ആകയാൽ ഇവിടെ കർത്തൃത്വം കളയാനും പറ്റുന്നില്ല, അജ്ഞാനത്തെ നിരസിക്കാൻ സാധ്യമല്ല. കാരണം അജ്ഞാനം തന്നെയാണ് കാരണമായിട്ട്, കർത്താവിന് കാരണമായിട്ട് നിൽക്കുന്നത്. അതിനാൽ സ്വയം അജ്ഞാനം കളയാനും പറ്റുന്നില്ല, അജ്ഞാനമാകട്ടെ ഈശ്വരൻ കളയാനും തുനിയുന്നുമില്ല. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എന്റെ അജ്ഞാനം അങ്ങ് കളയൂ എന്ന് പറയുമ്പോൾ അജ്ഞാനം കളയാൻ ഭഗവാൻ വരുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമാണ്. എന്നാൽ എനിക്ക് സ്വയം തന്നെ അജ്ഞാനം കളയാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാപം കളയാൻ പറ്റും, സ്വയം പാപം കളയാൻ പറ്റും. കാരണം പാപം വന്നത് കർമ്മത്താലാണ്. കർമ്മത്തിന്റെ അധർമ്മം എന്ന് പറയുന്ന വിഭാഗമാണല്ലോ നമ്മളിൽ പാപം സൃഷ്ടിച്ചത്. അതുകൊണ്ട് പാപം നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ധർമ്മം ചെയ്യുക, പ്രായശ്ചിത്തം ചെയ്യുക തുടങ്ങിയിട്ടുള്ള പലതുമുണ്ട്. അതിനകത്ത് ഇനി ഏതാണ് പാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു ഏതാണ് ചൂടെന്ന് ചോദിക്കുന്നത് പോലെയാണ്. അപ്പൊ ഇതിനകത്ത് -1000 ഡിഗ്രി എടുക്കുന്നു, -1000 ഡിഗ്രി എടുക്കുന്നു, -100 ഡിഗ്രി എടുക്കുന്നു, -0 ഡിഗ്രി എടുക്കുന്നു. ഏതിനാണ് ചൂട് കൂടുതൽ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. അപ്പൊ അതേമാതിരിയാണ് ഈ പാപത്തിന്റെ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കർമ്മത്തിന്റെ തലം തന്നെ മൊത്തത്തിൽ പാപമാണ്.
അപ്പോൾ കർമ്മത്തിന്റെ തലം മൊത്തത്തിൽ പാപമാണ് എന്ന് പറയാൻ കാരണം അത് പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എവിടെയാണോ ജീവാത്മ പരമാത്മ ഭേദത്വം അഭേദത്വമല്ല ഭേദത്വം കൊണ്ടുവന്നത്, അപ്പോൾ തന്നെ അവിടെ പാപമായി. ആ ഒരു പാപത്തിന്മേൽ നിന്നുകൊണ്ടുള്ള പുണ്യങ്ങളാണ് നടക്കുന്നത് മുഴുവനും. അപ്പോൾ അതുകൊണ്ട് മൂലമായിട്ട് ആധാരമായിട്ട് അജ്ഞാനം തന്നെ ഹേതുവായിട്ട് ഒരു വലിയ ഒരു വിഘടനം ഒരു ജീവേശ്വര ഭേദം വന്ന സ്ഥിതിക്ക് അതിൽ നിന്നുകൊണ്ട് യാതൊരുവൻ ഏതൊക്കെ തരത്തിലുള്ള ചില്ലറ പാപങ്ങൾ ചെയ്യുന്നുവോ ആ പാപങ്ങളെയൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ അധർമ്മം എന്ന് പറയുന്നത്. പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അധർമ്മം എന്ന് മാത്രമേ ഉള്ളൂ. ആ അധർമ്മത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. കൊണ്ട് ആരും ഇതിനകത്തുനിന്ന് ഈ അധർമ്മത്തിൽ നിന്ന് ഇല്ലാത്ത ഒരുവനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാക്ഷാൽ അവതാരമൂർത്തിക്ക് മാത്രമേ സാധ്യമാവത്തുള്ളൂ, അല്ലെങ്കിൽ ഭഗവാന് മാത്രമേ സാധ്യമാവത്തുള്ളൂ. ഇനിയും അവതാരമായിട്ട് ഭഗവാൻ വന്നു കഴിഞ്ഞാൽ ആ അവതാരമൂർത്തിയായിട്ടുള്ള ഭഗവാന് തന്നെ ഈ ലോകത്തുണ്ടാകുന്ന ഒരു ദുരന്ത അനുഭവങ്ങളും അതേമാതിരി ഉപദ്രവങ്ങളുടെയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം എത്ര ഭാഗ്യമുള്ളതാണെന്ന് തോന്നുന്നു. ശ്രീരാമസ്വാമിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം വെച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടപ്പാടുകളിലൂടെയായിരുന്നു. ഇനിയിപ്പം അവസാനം പട്ടാഭിഷേകം നടത്തിയതിനു ശേഷം സമാധാനമായിട്ട് ജീവിക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ദൃഷ്ടിയിൽ, സാധാരണ ലൗകിക ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും ദുരിതം തന്നെ തുടരുകയാണ് ഉണ്ടായത്. അപ്പൊ പട്ടാഭിഷേകത്തിന് മുമ്പുണ്ടായിരുന്ന ദുരിതം ഒരു തരത്തിലുള്ള ദുരിതം, എന്തെല്ലാം കഷ്ടപ്പാടുകൾ. പട്ടാഭിഷേകം കഴിഞ്ഞ ശേഷം വേറൊരു തരം ദുരിതം, എന്തെല്ലാം കഷ്ടപ്പാടുകൾ. ഇനി ശ്രീകൃഷ്ണ ഭഗവാന്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സാക്ഷാൽ ഭഗവാൻ തന്നെ അവതരിച്ചു കഴിഞ്ഞിട്ട് ഈ ലോകത്തിൽ വന്നു കഴിഞ്ഞാലും ദുരിതം മാറുന്നില്ല. കാരണം ഭഗവാൻ അവിടെ ഐശ്വര്യ സ്വരൂപനായിട്ട്, ആനന്ദ സ്വരൂപനായിട്ട്, സർവർക്കും ആഹ്ലാദം നൽകുന്നവനായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുമ്പോൾ ബാല്യകാലം തൊട്ട് തന്നെ എന്തോരം ഉപദ്രവങ്ങളാണ് വന്നു ചേർന്നതെന്നാണ്. ഈ ഓരോരോ ശകടാസുരനും ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോരോ അസുരന്മാരുടെ രൂപത്തില്, പിന്നെ പൂതന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഉപദ്രവങ്ങള്, എന്തെല്ലാം ഉപദ്രവങ്ങളാണ് ബാല്യകാലം തൊട്ട് തുടങ്ങി. ആ ഉപദ്രവം എത്ര കാലം വരെ നീണ്ടു നിന്നെന്ന്, അത് ഭഗവാന്റെ ദേഹവിയോഗ സമയം വരെയുള്ള കാലഘട്ടത്തോളം നിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഈ ഉപദ്രവങ്ങൾ, അവതാരമൂർത്തിയായാലും ഉപദ്രവങ്ങൾ ഇല്ലാണ്ട് ഒരു സ്വസ്ഥമായ ജീവിതം ഉണ്ടാകും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജീവിതമാണോ ഉപദ്രവങ്ങൾ ഒപ്പമുണ്ടാകും. ഉപദ്രവം എന്ന് പറഞ്ഞാൽ രോഗപീഠ, അതേമാതിരി ബന്ധുപീഠ. ഏറ്റവും വലിയ പീഡനം എന്ന് പറയുന്നതാണ്. അതായത് ബന്ധുവായിട്ടിരിക്കുന്ന ശത്രു. അപ്പൊ ശത്രുവായിട്ടിരിക്കുന്നിടത്തോളം കാലം നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ബന്ധു ശത്രുവായി കഴിഞ്ഞാൽ നമുക്കിട്ട് അറിയാനും പറ്റത്തില്ല, നമുക്കിട്ട് ഉപേക്ഷിക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞത് മാതിരി. അതായത് സ്വശരീരത്തിൽ തന്നെ, ശരീരത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഉപദ്രവം മാതിരി. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ അവയവം നമുക്ക് കളയാനും പറ്റത്തില്ല, എന്നാൽ അത് വെച്ചുകൊണ്ടിരിക്കാനും പറ്റാത്ത തരത്തിലുള്ള ധർമ്മസംഘടനം പോലെ ഈ മാതിരിയുള്ള ഉപദ്രവങ്ങൾ എന്ന് പറയുന്നത് നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്ന ഘട്ടത്തിലാണ് നമുക്ക് ഇതിനകത്തു നിന്നൊക്കെ രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ രണ്ടു തരത്തിലുള്ള രക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കർമ്മം കൊണ്ടുള്ള രക്ഷ, രണ്ട് ജ്ഞാനം കൊണ്ടുള്ള രക്ഷ. ഇതിൽ കർമ്മം കൊണ്ടുള്ള രക്ഷ എന്ന് പറയുന്നത് പാപം ഒഴിവാക്കി ധർമ്മത്തെ ആർജിച്ച് ധർമ്മം ചെയ്ത് പുണ്യത്തെ ആർജിച്ചുകൊണ്ട് നമുക്ക് പാപത്തിന്റെ തീവ്രത നമുക്ക് കുറയ്ക്കാം. ഒന്ന്. രണ്ടാമത് പുണ്യം ആർജിച്ചുകൊണ്ട് നമുക്ക് പുണ്യത്തിന്റെ ബലത്താൽ കൂടുതൽ സുഖകരമായ ആരോഗ്യസ്ഥിതി, മനസ്സിന് സുഖം തുടങ്ങിയിട്ടുള്ള, പിന്നെ ബന്ധുമിത്രാദികളെയും നമുക്ക് പുണ്യം ആർജിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ അടുത്ത് വന്നു ചേരുന്ന ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും ഗുണവും മാറും. അതാണ്. അപ്പൊ അത് കാരണം നമ്മുടെ ഗുണം ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്നവരുടെയും, ഇപ്പൊ നമുക്ക് സത്വഗുണം വർദ്ധിക്കുന്നതോറും നമ്മുടെ അടുത്ത് വരുന്നവരുടെയും സത്വഗുണം വർദ്ധിക്കും. അതേമാതിരി സത്വഗുണം വർദ്ധിച്ചവർക്ക് മാത്രമേ നമ്മുടെ അടുത്തേക്ക് പിന്നെ വരാനും പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ നമുക്ക് കാണാം. അതായത് നമ്മൾ രജോ ഗുണം വർദ്ധിച്ചിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഗുണത്തിലുള്ളവര് നമ്മളുടെ അടുത്ത് സഹവാസത്തിനായിട്ട് വരുന്നു. അത് ഉപകാരത്തിന് വന്നാലും ശരി, ഉപദ്രവത്തിന് വന്നാലും ശരി, ആ രീതിയിലേക്ക് മാറുന്നു. നമ്മൾ ഈ തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ അതേമാതിരി തന്നെ അവിടെയും വന്നിരുന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് കാണാം. നമ്മളുടെ അടുത്ത് വരുന്ന ഉപദ്രവങ്ങളുടെ പിന്നാലെ നമ്മൾ പോവാതെ അവയെല്ലാം നമുക്ക് ഈശ്വരൻ ആരാധനയ്ക്ക് തടസ്സമായിട്ട് വരുന്നതാണെന്ന് കണ്ടിട്ട് ഒഴിഞ്ഞു മാറി
ഈശ്വരാരാധന വർദ്ധിപ്പിച്ചുകൊണ്ട്, സത്വശുദ്ധി വർദ്ധിപ്പിച്ചുകൊണ്ട്, സത്വഗുണം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്നവരുടെയും ഗുണത്തിൽ മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാം. ഗുണത്തിലുള്ള മാറ്റം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു തരത്തിൽ വരാം. ഒന്നിയിൽ വരുന്നവർ നന്നാവും, അല്ലെങ്കിൽ വരുന്നവർ വരവ് നിർത്തും. ഈ രണ്ടു തരത്തിലുള്ള ഫലങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ തരത്തില് നമുക്ക് സത്വാഭിവൃദ്ധി വരുവാൻ വേണ്ടിയിട്ടാണ് കർമ്മത്തിനെ നമ്മൾ ധർമ്മമായിട്ട് അതായത് ധർമ്മം എന്ന് പറയുന്ന ഒന്നിനെ അതിനെ നമ്മൾ യജ്ഞമാക്കി മാറ്റുന്നു. ഇങ്ങനെ യജ്ഞമാക്കി മാറ്റി കഴിയുമ്പോൾ അവിടെ ഈശ്വരൻ പറയുന്നു, ഭഗവാൻ പറയുകയാണ്, ആ യജ്ഞം തന്നെ ഇവിടെ എങ്ങനെയാണ് ഒരുവനെ മുക്തനാക്കി മാറ്റുന്നത്. തദർത്ഥം കർമ്മ കൗന്തേയ, ഇവിടെ തദർത്ഥം എന്ന് പറയുന്നത് യജ്ഞാർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഘ സമാചര എന്നുള്ള ഒരു പ്രയോഗം ഭഗവാൻ നടത്തി. അതായത് മുക്തസംഘ, സംഘരഹിതനായിട്ട്. സംഘരഹിതൻ എന്നുള്ളത് നമ്മൾ മുമ്പേ തന്നെ കർമ്മയോഗത്തിന്റെ ആ ഭാഗത്തിലൊക്കെ എങ്ങനെയാണ് കർമ്മത്തിനകത്തുണ്ടാകുന്ന കർമ്മത്തിന്റെ പുണ്യപാപമാകുന്ന ഫലങ്ങളിൽ സംഘമുണ്ടാവാണ്ടിരിക്കുന്നതിനുള്ള വിധി ഉള്ള പ്രക്രിയ എന്താണെന്നുള്ളത് 2-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് കണ്ടതാണ്. അപ്പോൾ അപ്രകാരം സമാചര അനുഷ്ഠിക്കുക എന്ന്. ഇനിയിപ്പോൾ ഇപ്രകാരം പറഞ്ഞ ഒരു യജ്ഞം എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു പ്രയോഗമല്ല എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ആ യജ്ഞത്തിനെ തന്നെ ഭഗവാൻ കുറച്ച് വളരെ വിശദമായിട്ട് ഒന്ന് ഒരു പ്രസ്താവന നടത്തുകയാണ്. സഹയജ്ഞ പ്രജാസൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം യേശവോസ്തുഷ്ടകാമദുഃഖ്. ഇപ്പോൾ ഈ 9-ാമത്തെ ശ്ലോകവും യജ്ഞപ്രശംസയാണ്, 10-ാമത്തെ ശ്ലോകവും യജ്ഞപ്രശംസയാണ്. അപ്പൊ സഹയജ്ഞ പ്രജാ സൃഷ്ടുവ, യജ്ഞാഹ സഹ പ്രജാഹ ത്രൈവർണികാഹ എന്ന് നമ്മളിവിടെ എടുത്തു പറയുന്നത് പ്രജകളെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് യജ്ഞമാകിയാല് വൈദികമായിട്ടുള്ള രീതിയിൽ നോക്കിക്കഴിയുമ്പോൾ ത്രൈവർണികരാണ്. അതേസമയം സാമാന്യ ദൃഷ്ടിയിൽ ഭഗവാൻ ഇവിടെ സാമാന്യ ദൃഷ്ടി കൊണ്ടുവന്നു കഴിയുമ്പോഴത്തേക്കും ഈ വേദത്തിൽ നിർദ്ദേശിക്കപ്പെട്ട വിധത്തിൽ ഉപനയനം നടത്തപ്പെട്ടവർ എന്നുള്ളതിലേക്ക് മാത്രം കടക്കുന്നില്ല. പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നുള്ള വിഭാഗത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ പ്രജകളും ഇതിലേക്ക് വരും. അപ്പൊ സഹയജ്ഞ എന്ന് പറഞ്ഞ യജ്ഞാഹ സഹ പ്രജാഹ സൃഷ്ടുവ പ്രജാപതി പുരാ ഉവാച അനേന പ്രസവിഷ്യധ്വം യേശഃ വഹ ഇഷ്ടകാമദുഃ ഭവതി. യജ്ഞാഹ സഹ പ്രജാഹ സൃഷ്ടുവ പ്രജാപതി യജ്ഞാഹ സഹ പ്രജാഹ സൃഷ്ടുവ പ്രജകളെ സൃഷ്ടിച്ചിട്ട് യജ്ഞാഹ സഹ എന്ന് പറയുമ്പോൾ യജ്ഞത്തോടൊപ്പം അപ്പോൾ ഇവിടെ നമുക്ക് ഈ സഹയജ്ഞ എന്നുള്ളത്, അപ്പൊ സഹയജ്ഞ എന്ന് പറയുമ്പോൾ യജ്ഞേന സഹ എന്നുള്ളത്, അപ്പൊ അവിടെ നമുക്ക് യജ്ഞേന സഹ യജ്ഞത്തോടൊപ്പം പ്രജകളെ സൃഷ്ടിച്ചിട്ട് അവിടെ സഹയജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞത്തോടൊപ്പം പ്രജകളെ സൃഷ്ടിച്ചിട്ട് ഇപ്പൊ യജ്ഞസഹിതാഹ എന്ന് നമ്മൾ എടുക്കണം. അവിടെ പ്രജാഹ സൃഷ്ടുവ, അപ്പൊ ഇവിടെ നമുക്ക് ഈ പ്രജകളെ സൃഷ്ടിച്ചിട്ട് ഉവാച പുരാ ഉവാച പ്രജാപതി ഇവിടെ പ്രജാപതി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സാധാരണഗതിയിൽ നമുക്ക് ഈ പുരാണങ്ങളിലേക്ക് വരുമ്പോൾ ബ്രഹ്മാവ് എന്നർത്ഥം. ഇപ്പൊ ബ്രഹ്മാവ് അതല്ല എന്നുണ്ടെങ്കിൽ സാക്ഷാൽ ഈശ്വരനർത്ഥം. ഈശ്വരൻ ഉവാച പറഞ്ഞു, അനേന പ്രസവിഷിധ്വം ഇതിനാൽ നിങ്ങൾ വർദ്ധിക്കുക, യേശഃ വഹ ഇഷ്ടകാമദുഃ ഭവതി. യേശഃ യജ്ഞഃ എന്നർത്ഥം. ഈ യജ്ഞം ഇഷ്ടകാമദുഃ ഭവതി, നിങ്ങൾക്ക് ഇഷ്ടകാമധേനുവാകുന്നു. കാമദുഃഖ് എന്ന് പറഞ്ഞാൽ കാമധേനുവാകുന്നു, നിങ്ങൾക്ക് ഇഷ്ടഫലത്തെ നൽകുന്ന കാമധേനുവാകുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ കാമധേനു? ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നു, യജ്ഞമാണ് കാമധേനു എന്ന്. അപ്പൊ ഇവിടെ ഈ സഹയജ്ഞ എന്നുള്ളതിന് യജ്ഞേന സഹ എന്ന് പറയാൻ കാരണം ഈ സഹ എന്നുള്ളത് ചേരണമെന്നുണ്ടെങ്കിൽ തൃതീയ വരുമ്പോൾ മാത്രമാണ്, തൃതീയമാണ് കൂട്ടത്തിൽ ചേരുക. അതുകൊണ്ടാണ് സഹയജ്ഞാഹ എന്നുള്ളതിന് എന്ന് പറയുമ്പോൾ യജ്ഞേന സഹ എന്ന് നമ്മൾ എടുത്തു പറഞ്ഞത്. അപ്പം പ്രജാഹ സഹയജ്ഞാഹ എന്നുള്ളതും കൂടെ ചേരണം. അത് രണ്ടും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യജ്ഞേന സഹ പ്രജാഹ സൃഷ്ട്വ എന്നർത്ഥം. അപ്പൊ യജ്ഞത്തോടൊപ്പം തന്നെ പ്രജകളെ സൃഷ്ടിച്ചിട്ട് എന്ന് ഒരു ജനറൽ അർത്ഥത്തിലേക്ക് നമ്മൾ പോയാൽ മതി. അപ്പൊ അനേന യജ്ഞേന, ഈ യജ്ഞത്താൽ ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. 11-ാമത്തെ ശ്ലോകം. അനേന യജ്ഞേന ദേവാൻ ഭാവയേത,
തേ ദേവാഹ വഹ യുഷ്മാൻ ഭാവയന്തു പരസ്പരം ഭാവയന്തഃ സന് പരം ശ്രേയഃ അവാപ്സ്യത. അപ്പോൾ അനേന യജ്ഞേന ദേവാൻ ഭാവയത അനേന. അപ്പൊ അനേന യജ്ഞേന എന്ന് നമ്മൾ ചേർക്കണം. ഈ യജ്ഞത്താൽ അനേന യജ്ഞേന ദേവാൻ ഭാവയത ദേവന്മാരെ ഭാവന ചെയ്യൂ എന്ന്. അപ്പോൾ ഇവിടെ ദേവന്മാരെ ഭാവന ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാവന എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേവന്മാർക്കായിക്കൊണ്ടാണല്ലോ നമ്മൾ അർപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഭാവന എന്ന് പറഞ്ഞിരിക്കുന്ന പ്രയോഗം. അപ്പോൾ ദേവന്മാർക്കായിട്ട് ഭാവിക്കുക എന്ന്. എന്ത് യജ്ഞം, യജ്ഞത്തിന്റെ ഫലം. ഇപ്പോൾ യജ്ഞം ചെയ്യുന്നത് ആർക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ഇവിടെ ദേവന്മാർക്ക് എന്ന തരത്തില്. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ നമുക്ക് കാണാം ഈ ദേവന്മാരും മനുഷ്യരും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് ഇവിടെ ഭഗവാൻ കാണിക്കുന്നത്. അപ്പൊ ദേവന്മാരും മനുഷ്യരും എന്ന് പറയുമ്പോൾ ദേവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും എന്തുണ്ടോ അതാണ് ദേവന്മാർ. അപ്പോൾ നമ്മൾ ഇവിടെ സാധാരണഗതിയിൽ എന്തിനെയാണോ പ്രകൃതി എന്ന് പറയുന്നത്, ആ പ്രകൃതി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ഥൂല ശരീരവും ആ സ്ഥൂല ശരീരത്തിന് ചലനത്വം നൽകുന്ന അതിനെ സജീവമാക്കി നിർത്തിക്കൊണ്ടിരിക്കുന്ന സൂക്ഷ്മ ശരീര സ്ഥാനത്താണ് ദേവന്മാർ എന്നുള്ളത്. അതായത് ദേവന്മാരെന്ന് പറയുമ്പോൾ ഭഗവാന്റെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നതാണ് ദേവന്മാരുടെ സ്ഥിതി. അതായത് എങ്ങനെയാണോ സ്ഥൂല ശരീരത്തിന്മേൽ സൂക്ഷ്മ ശരീരം ഇരുന്നു കൊണ്ട് ചക്ഷുരാദി കരണദ്വാര ചക്ഷുരാദികൾ, അതായത് നമ്മുടെ ചക്ഷുസ്, അതായത് ശ്രോത്രേന്ദ്രിയം, പാദേന്ദ്രിയം തുടങ്ങിയ ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്താലാണല്ലോ സ്ഥൂല ശരീരം സചേതനമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്രകാരം ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം എന്ന് പറയുന്നത് സചേതനമാക്കി നിർത്തുന്നത് എന്തോ, ആ സചേതനമാക്കി നിർത്തുന്നത് എന്ന് പറയുമ്പോൾ ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തെ നമ്മൾ ഒറ്റനോട്ടത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ പല പല ഘടകങ്ങൾ കാണുന്നു. വായു, ആകാശം, ജലം തുടങ്ങി ഇങ്ങനെ പല പല ഘടകങ്ങളായിട്ട് കാണുന്നു. ഇങ്ങനെ ഘടകങ്ങളായിട്ട് കാണുന്നത് എല്ലാം കൂടി ചേരുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അതിൽ ഓരോ ഘടകം എടുത്ത് നോക്കിക്കഴിയുമ്പോൾ വായു, അത് വായുദേവനായിട്ടും, ഇപ്പോൾ കാണപ്പെടുന്ന വായു ഒന്ന്, ആ വായുവിനെ കാണപ്പെടാത്ത വിശേഷത്തോടുകൂടി നിൽക്കുന്ന വായു എന്ന് പറയുന്ന രണ്ടാമത്തേത്. ആ വായുവാണ് ഇവിടുത്തെ വായുദേവത എന്ന് പറയുന്നത്. അപ്പോൾ വായുദേവതയ്ക്ക് വായു ശരീരം എന്ന് പറയുന്നത് ഒന്നും, പിന്നെ ദേവതാസ്വരൂപമായിട്ട് പറയുന്ന വേറൊന്ന്. ഇപ്രകാരം രണ്ടിന്റെയും കൂടി ഒരു സമ്മിശ്ര രൂപമാണ് നമ്മൾ പ്രപഞ്ചാകാരമായിട്ട് കാണുന്നതെന്നർത്ഥം. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചാകാരമായിട്ട് കാണുക എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വിരാട് പുരുഷൻ എന്ന് പറയുന്ന സ്ഥൂല ശരീരവും തോടുകൂടി പ്രപഞ്ചം തന്നെ സ്ഥൂല ശരീരമായിട്ട് നിൽക്കുന്ന ഭഗവാനും, പിന്നീട് നമുക്ക് കാണാം സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് പ്രപഞ്ചം തന്നെ, അവിടെ ആ പ്രപഞ്ചം എന്ന് പറയുന്നത് സൂക്ഷ്മ പ്രപഞ്ചം തന്നെ ഒരു ശരീരമായിട്ടും അതിന്മേൽ അഭിമാനിയായിട്ട് ഹിരണ്യഗർഭനെയും കാണാം. ആ ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന സൂക്ഷ്മ ശരീരാഭിമാനിയായിരിക്കെ ദേവതാ സമൂഹം മുഴുവൻ ഹിരണ്യഗർഭനോടൊപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എപ്രകാരമാണോ സൂക്ഷ്മ ശരീരാഭിമാനി എന്ന് നമ്മൾ യാതൊരു തത്വത്തിനെയാണോ വിശേഷിപ്പിക്കുന്നത്, ആ സൂക്ഷ്മ ശരീരാഭിമാനിക്കൊപ്പമാണ് ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള് തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങൾ മുഴുവനും, മനസ്സ്, ബുദ്ധി എന്നൊക്കെ പറയുന്നത് എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്നതാണ്, ആ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആ വേദാന്തത്തിന്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോഴാണ് ഇവിടെ നമുക്ക് കാണാം ഇനിയിപ്പോൾ ഭഗവാൻ പറയാൻ പോകുന്ന മുഴുവനും യജ്ഞസംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതിനെ സംബന്ധിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഒരു മർമ്മം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് ഇതാണ്. അതായത് ഒരുവൻ ഇവിടെ ഭൂമിയിലേക്ക് എന്നുള്ളതല്ല, എവിടേക്കാണെങ്കിലും ഒരുവന് യാതൊന്ന് കിട്ടുന്നുവോ അത് അവന്റെ കർമ്മഫലമാണ് എന്നർത്ഥം. അല്ലാതെ നമുക്ക് അർഹതയില്ലാത്തതായ ഒന്നും അനുഭവിക്കുവാൻ ആരും എങ്ങും ഉണ്ടാവുന്നില്ല. ഒരുവനൊന്ന് കാണുന്നുണ്ടെങ്കിൽ അവന്റെ കർമ്മഫലമാണ്, കേൾക്കുന്നുണ്ടെങ്കിൽ അവന്റെ കർമ്മഫലമാണ്. ഇപ്രകാരം എല്ലാത്തിനും കർമ്മഫലം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവൻ അതിന് യോഗ്യനായി, അർഹതയുള്ളവനായി എന്ന്. ഭൂമിയിൽ ജനിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഭൂമിയിൽ ജനിക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടിയ അർഹത. ഇവിടെ ജീവിക്കാൻ എന്താണ് അർഹത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ജനിച്ചു എന്നുള്ളതാണ് അർഹത. അപ്പൊ മറ്റൊരിടത്താണ് ഇന്ത്യയിൽ ജനിച്ചു എന്നുള്ളതാണ് ഇന്ത്യയിൽ ജീവിക്കുവാനുള്ള അർഹത എന്ന് പറയുന്ന മാതിരി ഭൂമിയിൽ ജനിച്ചു എന്നുള്ളതാണ് ഭൂമിയിൽ ജീവിക്കാനുള്ള അർഹത.
അപ്പോൾ ആ ജനിക്കുക എന്നതിനോടൊപ്പം നമുക്ക് ഒരുപാട് അവകാശങ്ങൾ കൂടി കിട്ടുകയുണ്ടായി. ആ അവകാശങ്ങളൊക്കെ ജന്മനാപ്രാപ്തമായിട്ടുള്ള അവകാശങ്ങളാണ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന അവകാശങ്ങളാകുന്നു. ആ കൊണ്ടുവന്ന അവകാശങ്ങളിൽ ഒന്നാണ് നമുക്ക് കണ്ണ് തന്നിരിക്കുന്നു, കാണുവാനുള്ള അവകാശം, ചെവി തന്നിരിക്കുന്നു, കേൾക്കുവാനുള്ള അവകാശം. ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ തന്നെ ധാരാളം വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിലേക്കൊന്നും കടക്കുന്നില്ല. ചുരുക്കത്തില് ഈ അവകാശം മുഴുവൻ കിട്ടുവാനുള്ള യോഗ്യത നമ്മൾ നേടിയത് നമ്മുടെ സ്വപ്രയത്നത്താൽ നേടിയതാണ് എന്നുള്ളതാണ് കർമ്മം എന്നും കർമ്മബന്ധം എന്ന് പറയുന്നതുമായ കാര്യങ്ങൾ. അതും നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്, അതിലേക്കും കടക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ പറയാനുള്ള ഒരു കാര്യം ഇതാണ്, അതായത് നമുക്കായിട്ടൊരു പ്രപഞ്ചം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുന്ന യാതൊന്നാണോ അതാണ് ദേവതാ സമൂഹമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരായിട്ട് ദേവതാ സമൂഹം ഇവിടെ വായു വീശപ്പെടുന്ന വായുവായിട്ടും വർഷിക്കപ്പെടുന്ന വർഷമായിട്ടും ജലധാരയായിട്ടും ഒക്കെ ആയിട്ട് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. അതായത് ദേവതകളാൽ മൂടപ്പെട്ടതായിട്ടും ദേവതകളാൽ നയിക്കപ്പെട്ടതായിട്ടും ദേവതകളാൽ സംരക്ഷിക്കപ്പെട്ടതായിട്ടും ഒക്കെ നിൽക്കുന്ന ഒരു പ്രപഞ്ചം നമുക്ക് അന്നത്തെ നൽകുന്നതായിട്ട്, പ്രാണവായുവിനെ നൽകുന്നതായിട്ട്, നമ്മുടെ ദാഹത്തെ സമർപ്പിക്കുന്നതായിട്ട്, നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നതായിട്ടൊക്കെ നിൽക്കുന്നു. ഇതെല്ലാം നമുക്ക് വേണ്ടുന്ന സമയത്ത് നൽകിക്കൊണ്ടിരിക്കുന്നതായ ദേവതകൾ എന്ന് സാരം. ആ ദേവതകള് നമുക്കിങ്ങനെ നൽകിക്കൊണ്ടിരിക്കാനുള്ള ഒരു കാരണവും കൂടി ഉണ്ടല്ലോ. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിതാണ്, അവര് പ്രപഞ്ചത്തോടൊപ്പം അവർ സൃഷ്ടിക്കപ്പെട്ടിട്ട് പ്രജാരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിർത്തപ്പെട്ടവരായിരിക്കുന്നു. അപ്പം പ്രജാരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാന് അവരെ ആ തത്സ്ഥാനങ്ങളിൽ നിർത്തിയതോടൊപ്പം തന്നെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കർമ്മത്തിന്റെ ഫലം അവർക്ക് ലഭിക്കുന്ന വിധത്തില് ഭഗവാൻ അതും കൂടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ ക്രമത്തിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് കർമ്മം ചെയ്യുന്നത് അവർക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ അത് യജ്ഞമാകുന്നു. അവരിൽ നിന്ന് കിട്ടുന്ന ഫലം നമ്മൾ അനുഭവിക്കുമ്പോൾ അത് യജ്ഞഫലത്തിന്റെ അനുഭവമാകുന്നു. അതായത് മഴ വീഴുക എന്ന് പറയുന്നത് യജ്ഞഫലമാകുന്നു. അത് മഴ പെയ്യുക എന്ന് പറയുന്നത് യജ്ഞഫലമാകുന്നു. നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് മഴ പെയ്യുവാൻ ഒരു കാരണവുമാകും. ഈ തരത്തിലുള്ള പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിനെ കർമ്മത്തിന്റെ തലത്തില് ഒന്ന് അപഗ്രഥിച്ചിട്ട് ഭഗവാൻ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ്. അപ്പൊ ഇത് മഴ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. ഈ തരത്തില് ഒരുപാട് ബന്ധങ്ങളാണ് ഇവിടെ നമ്മളെ കാണുവാൻ വേണ്ടിയിട്ടുള്ള നമുക്കൊരു കണ്ണ് തുറന്നു തരികയാണ് ഇവിടെ. അപ്പോൾ ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഹ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മളൊരു അവകാശം പറയുമല്ലോ. അവകാശം എന്ന് പറയുന്നത് എന്റെ അധ്വാനത്തിന്റെ ഫലം എനിക്ക് കിട്ടണമെന്നുള്ള ഒരു അവകാശമാണ് നമ്മളെപ്പോഴും പറയുന്നത്. അപ്പൊ എന്റെ അധ്വാനത്തിന്റെ ഫലം എനിക്ക് കിട്ടണമെന്നുള്ള അവകാശം നമ്മൾ സ്ഥാപിച്ചെടുക്കുമ്പോൾ, 1 മണിക്കൂർ ഞാൻ അധ്വാനിച്ച് അതിന്റെ ഫലം എനിക്ക് കിട്ടണമെന്ന് അവകാശപ്പെടുമ്പോൾ നമ്മൾ അധ്വാനിക്കാതെ കിട്ടിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അത് ജന്മാവകാശം പോലെ നമ്മൾ കൊണ്ടു നടക്കുകയാണ്. അധ്വാനിക്കാതെ കിട്ടിയത് നമ്മൾക്ക് മറ്റൊരാളിൽ നിന്ന് കിട്ടിയതല്ല, പകരം എന്ന് പറയുന്ന പ്രകൃതിയിൽ തന്നെ കിട്ടിയതാണ്. അങ്ങനെ പ്രകൃതിയിൽ തന്നെ നമുക്ക് അധ്വാനിക്കാതെ കിട്ടിയ ഒരു അവകാശത്തിന്മേൽ നമ്മൾ അത് ശ്രദ്ധിക്കാതെ പോകരുത് എന്നുള്ളതാണ് ഈ ശ്ലോകങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. അതായത് എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് നോക്കിക്കഴിയുമ്പോൾ വിസ്തരിക്കപ്പെട്ട് നിൽക്കപ്പെടുന്ന ഈ ആകാശം, രാത്രിയിൽ മനോഹരമായ ഒരു ദൃശ്യമായിട്ട് നിൽക്കുന്ന ഈ ആകാശം, അതൊരു ദൃശ്യവിസ്മയമാണ്. ആ ദൃശ്യവിസ്മയം കാണുവാനുള്ള അർഹത നമ്മൾ നേടിയോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അത് നേടി എന്നുണ്ടെങ്കിൽ ആ നേടപ്പെട്ടത് കർമ്മഫലമായിട്ട് ഗണിക്കണം എന്നത്. ഇനി അതിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദോഷം വരുമ്പോഴാണ്, അതിന് അർഹത ഇല്ലാത്തതായിട്ട് മാറുമ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്നു. ആ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകാശം കാണാൻ യോഗ്യതയില്ലാത്ത തലത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു. ഇങ്ങനെയൊക്കെ കർമ്മത്തിന്റെ ഫലങ്ങൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ സങ്കീർണതയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആർക്കെന്ത് കിട്ടി എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, എന്ത് കിട്ടുമെന്നുള്ളതും പറയാൻ പറ്റത്തില്ല. വളരെ സങ്കീർണമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളില്
ഇതിനുള്ളിൽ ഇതൊന്നും അറിയാതെ സങ്കീർണതയൊന്നുമില്ലാതെ സിമ്പിളായിട്ട് അതായത് നമുക്ക് ഈ ചെസ് കളിക്കുമ്പോൾ വളരെയധികം അറിവുള്ളവരും ചെസ് കളിക്കുന്നു, ഒരറിവുമില്ലാതെ വെറുതെ എടുത്തു വെച്ചിട്ട് പെട്ടെന്ന് കളി നിർത്തുന്നു, ശേഷം വീണ്ടും കളിക്കുന്നു, പെട്ടെന്ന് കളി നിർത്തുന്നു, വീണ്ടും കളിക്കുന്നു. ഇങ്ങനെ പോകുന്ന കളി അറിയാതെ കളിക്കുന്നവരും കളിക്കളത്തിലുണ്ട്, കളി അറിഞ്ഞുകൊണ്ട് കളിക്കുന്നവരും കളിക്കളത്തിലുണ്ട്. ഇതിലെ അറിവാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അതായത് ഫുട്ബോളിന്റെ ഈ കളിക്കുന്ന ഫീൽഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ തൊട്ട് ഏറ്റവും നല്ലതുപോലെ ഇന്റർനാഷണൽ പ്ലെയേഴ്സ് വരെയുള്ളവരും കളിക്കുന്നുണ്ട്. അപ്പൊ ഇവർ കളിക്കുന്നതും ഫുട്ബോൾ തന്നെ, അവർ കളിക്കുന്നതും ഫുട്ബോൾ തന്നെ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ എല്ലാം അറിയുന്നവർ മാത്രമേ ഫുട്ബോൾ കളിക്കാവൂ അല്ലെങ്കിൽ ചെസ് കളിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും മാറ്റി നിർത്താത്തതുപോലെ എല്ലാവരും കളിക്കുന്നു. കളിയിലൂടെ നമ്മളെ പഠിക്കുന്നതനുസരിച്ച് വീണ്ടും കളിക്കുന്നു. ഇപ്രകാരം ആധ്യാത്മികത എന്ന് പറയുന്നത് എല്ലാം അറിഞ്ഞതിന് ശേഷം നമുക്ക് ആധ്യാത്മിക സാധന തുടങ്ങാമെന്ന് പറയുന്നൊന്നുമില്ല. നമ്മൾ ഇത് ഒരു വിനോദം എന്നതുപോലെ ഇത് ഒരു ധർമ്മം എന്നതുപോലെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനും ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കലാണ് എന്നത് അറിയുന്നതിലൂടെ നമ്മൾ കുറേശ്ശെ ഇതിലേക്ക് ഈ കളിയുടെ ഈശ്വര ലീലയുടെ ഭാഗമായിട്ട് മാറുന്നു. അങ്ങനെ ഈശ്വര ലീലയുടെ ഭാഗമായിട്ട് മാറുന്നു എന്നറിയുന്നവർക്ക് മാത്രമേ ഇനി ഭഗവാൻ പറയുന്ന ഈ യജ്ഞസങ്കല്പം എന്താണെന്ന് നമുക്ക് ധ്യാനത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമാവാപ്സ്യത. ഇങ്ങനെ പരസ്പരം ഭാവയന്തഃ. അപ്പോൾ പരസ്പരം ഭാവയന്തഃ എന്ന് പറയുന്നത് ഈ ദേവന്മാരിൽ നിന്ന് കിട്ടുന്നത് ദേവന്മാർക്ക് കൊടുക്കുന്നു, വീണ്ടും ദേവന്മാരിൽ നിന്ന് കിട്ടുന്നു, ദേവന്മാർക്ക് കൊടുക്കുന്നു. അപ്പൊ ദേവന്മാർക്ക് വേണ്ടുന്നത് എന്താണെന്ന് നമുക്ക് നമ്മുടെ സങ്കല്പമാണ് ദേവന്മാർക്ക് വേണ്ടുന്നത്, നമ്മുടെ പ്രശംസയാണ് ദേവന്മാർക്ക് വേണ്ടുന്നത്. വാക്കുകൊണ്ട് നമ്മുടെ പ്രശംസ, മനസ്സുകൊണ്ട് നമ്മുടെ പ്രശംസ, അതിനനുസരിച്ച് വാചികവും മാനസവുമായതിന്റെ കൂട്ടത്തിൽ ഒരല്പം കായികവും കൂടെ നമ്മളെ ശരീരം കൊണ്ടും കൂടെ ദേവാർച്ചന ചെയ്യുന്നു. അപ്പൊ ഇത്രയും എത്തിക്കഴിയുമ്പോൾ അതായത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ നന്ദി കാണിക്കുക എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാഹ ദാസ്യന്തേ യജ്ഞഭാവിതാഹ തൈർദത്താൻ അപ്രദായേഭ്യഃ യോ ഭുങ്ക്തേ സ്തേനയേവസഃ. അപ്പൊ നമ്മള് നന്ദികേടെന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടൊരു പറച്ചിൽ പറഞ്ഞു. ഭഗവാൻ അതല്ല അത്ര ലൈറ്റായിട്ട് എടുക്കുന്നില്ല, പകരം ഭഗവാൻ അതിനെ വളരെ രൂക്ഷമായിട്ടാണ് പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞ കള്ളന്മാരാണെന്ന്. ആരാണെന്ന്? ദേവന്മാരിൽ നിന്ന് കിട്ടിയത് മാനിക്കാതെ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ കള്ളന്മാർ എന്ന പ്രയോഗമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ നടത്തിയത്. 12ാമത്തെ ശ്ലോകം. യജ്ഞഭാവിതാഹ ദേവാഹ ഹി ഇഷ്ടാൻ ഭോഗാൻ വഹ ദാസ്യന്തെ തൈഹി ദത്താൻ ഏഭ്യഃ അപ്രദായ യഹ ഭുങ്ക്തേ സഹ സ്തേനഃ ഏവ. അപ്പോൾ ഇഷ്ടാൻ ഭോഗാൻ യജ്ഞഭാവിതാഹ ദേവാഹ ഒന്നാമത്തെ. അപ്പൊ യജ്ഞത്താൽ ഭാവിതരായിട്ടുള്ള ദേവന്മാർ എന്ന് പറഞ്ഞാൽ യജ്ഞത്താൽ സംതൃപ്തരായിട്ടുള്ള ദേവന്മാർ ഹി തീർച്ചയായും ഇഷ്ടാൻ ഭോഗാൻ വഹ ദാസ്യന്തേ ഇഷ്ടങ്ങളായിട്ടുള്ള ഭോഗങ്ങളെ നിങ്ങൾക്ക് നൽകുന്നു. തൈഹി ദത്താൻ അവരാൽ നൽകപ്പെട്ടതിനെ ഏഭ്യഃ അപ്രദായ അവർക്ക് തിരിച്ചു കൊടുക്കാതെ യഹാ ഭുങ്ക്തേ യാതൊരുവനാണോ ഭുജിക്കുന്നത് സഹ സ്തേനഃ ഏവ അവൻ സ്തേനനാകുന്നു. അതായത് ഇവിടെ നമുക്ക് കാണാം, അതായത് നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്നത് ചേതനാവിശിഷ്ടമായിട്ടുള്ള ദേവന്മാരാകുന്നു. അതിനാല് ദേവപീഠ എന്ന് പറയുന്നത് ചെയ്തു കഴിഞ്ഞാൽ ദേവപീഠ ചെയ്യുന്നവനാകുന്നു അസുരൻ, രാക്ഷസൻ, പിശാച് തുടങ്ങിയിട്ടുള്ള ഗണത്തിലേക്ക് അവർ മാറ്റപ്പെടുന്നു. അപ്പോൾ ദേവപീഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഭൂമി ദേവിയാകുന്നു. ദേവപീഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെ പീഡിപ്പിക്കുക എന്ന് പറയുന്നതിനകത്ത് ഈ ഭൂമിയുടെ ചേതനത്വം ചൈതന്യം എന്ന് പറയുന്ന സസ്യസമൃദ്ധിയാണ്. അപ്പൊ സസ്യങ്ങൾ സമൃദ്ധമായിട്ട് വരത്തക്ക വിധത്തിലുള്ള പുഷ്ടികരമായിട്ടുള്ള അന്നത്തോടുകൂടി അന്നമായിട്ട് നിന്നു കൊടുക്കുകയാണ് സ്വയം ഭൂമി തന്നെ. അപ്രകാരമുള്ള ഭൂമിയെ വിഷലിപ്തമാക്കുമ്പോൾ വരണ്ടുണങ്ങി അതിനെ നശിപ്പിക്കപ്പെടുന്ന തരത്തിലേക്ക് അതിനെ മാറ്റുമ്പോൾ, അതായത് പാറകൾ പൊട്ടിക്കുമ്പോൾ, ഓരോ തരത്തിലുള്ള പ്രകൃതിയെ നമ്മൾ പ്രകൃതി എന്ന് സ്വതവേ പറയുന്നത് ഭൂമിയിലുള്ള ഈ
ഇതിന്റെ ഈ സചേതനത്വം, ഭൂമിയുടെ ജൈവ സമൃദ്ധി നശിപ്പിക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴാണല്ലോ ഈ ഭൂമിയെ തന്നെ തകർക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അപ്രകാരമൊക്കെ ചെയ്യാതിരിക്കൽ എന്ന് പറയുന്നത് ദേവാരാധനയായിട്ട് മാറുന്നു, അതിയജ്ഞമായിട്ട് വരുന്നു. അതായത് ഭൂമിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പം ജൈവ പച്ചക്കറികളിലേക്ക് നീങ്ങുക, രാസപ്രയോഗങ്ങൾ നടത്താതിരിക്കുക, പ്രാണി നാശത്തിന് വേണ്ടിയിട്ട് അതേമാതിരി രാസപ്രയോഗങ്ങൾ നടത്താതിരിക്കുക, രാസവളങ്ങൾ ഉപയോഗിക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ളതെല്ലാം വരുന്ന എല്ലാം എന്ന് പറയുന്നത് ഈ ആസുരവും രാക്ഷസവും പൈശാചികവുമായിട്ടുള്ള രീതിയിൽ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്ന, പ്രകൃതിയെ നശിപ്പിക്കുന്ന, ദേവതകളെ പീഡിപ്പിക്കുന്നതായ ഒരു പ്രക്രിയയാണ് അവയെല്ലാം. അപ്പൊ അങ്ങനെയുള്ളത് ചെയ്യാതിരിക്കൽ എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ വായു ദേവനാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ഈ ശ്വാസവായു നശിപ്പിക്കുന്ന, പ്രാണവായു നശിപ്പിക്കുന്ന വിധത്തില് ഈ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ഗുമുഗുമാന്ന് തള്ളിവിടുന്നതായ ഈ മാലിന്യങ്ങൾ, അപ്പൊ അവയെല്ലാം ഇവിടെ എന്ന് പറയുന്നത് വായു ദേവനെ തന്നെ പീഡിപ്പിക്കുന്നതിന് സമമാകുന്നു. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതിയെ ഏതെല്ലാം വിധത്തിൽ നശിപ്പിക്കാതിരിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നുവോ ആ പഠനത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഇവയെല്ലാം ദേവതാസ്വരൂപമായിട്ട് കാണുന്ന ഒരു മനസ്സ് വന്നു കഴിഞ്ഞാൽ. ആകാശത്തെ നമുക്ക് പീഡിപ്പിക്കാൻ സാധിക്കത്തില്ല, പക്ഷെ ആകാശത്തിന്മേലുള്ള സകലത്തിനെയും ഉപദ്രവിക്കാനും നശിപ്പിക്കാനുമാണ് മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനല്ല, പകരം അവന് അസുരനായിട്ട് മാറുന്നു എന്ന്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ മനുഷ്യനിൽ തന്നെ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഭാവത്തിലേക്ക് കടക്കുമ്പോൾ അസുരൻ, രാക്ഷസൻ, പിശാച് എന്നൊക്കെ പറയുന്നത് വരുന്നു. സഹജീവികളിലെ ഒരു വിഭാഗം ഭാഗം തിരിച്ചുകൊണ്ട് എന്റെ ആൾക്കാരും ഞാനും മാത്രം മതി എന്നുള്ള രീതി മറ്റുള്ളവരെ നശിപ്പിക്കുമ്പോൾ പിശാച, അസുരൻ, രാക്ഷസൻ തുടങ്ങിയിട്ടുള്ളത് എല്ലാവരും ഒരുമിച്ച്, എല്ലാവരും ഒന്നാകെ സഹൃദത്തോടും സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടിയും പ്രകൃതിയും അതേമാതിരി എങ്ങനെയാണോ പ്രകൃതി എനിക്ക് ലഭിച്ചത് അതിൽ ഉത്തമമാക്കിക്കൊണ്ട് ഞാൻ ഭാവിയിലേക്ക് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ദേവബുദ്ധിയായി. എങ്ങനെയാണോ പ്രകൃതി എനിക്ക് ലഭിച്ചത് അതിനെ നശിപ്പിച്ചിട്ട് അടുത്ത തലമുറയിലേക്ക് ഇത്രയും കൂടി ഇല്ലാത്ത തരത്തിലാക്കി വിടും എന്നുള്ള തരത്തിൽ പ്രവർത്തിക്കുന്നവൻ അസുരനായിട്ട് മാറും. അപ്പൊ അതുകൊണ്ടാണ് കലികാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സകല അസുരന്മാരും കലികാലത്തിൽ ഇവിടെ ഈ ഭൂമിയിലേക്ക് വന്ന് അവർ മനുഷ്യരായിട്ട് തീരുമെന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രകാരം അവരുടെ കർമ്മഫലക്ഷയം അവര് അവിടെ വരുത്തുന്നു. ദേവന്മാരെ പീഡിപ്പിക്കുവാൻ ഏറ്റവും കൂടുതൽ അവസരം കിട്ടുന്നത് കലികാലത്തിലാണെന്നാണ്. അതായത് സത്യയുഗത്തിൽ ദേവന്മാർക്ക് വളരെയധികം ശക്തി പ്രാപിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ദേവന്മാരെ പീഡിപ്പിക്കുവാൻ അസുരന്മാർക്ക് സാധിക്കത്തില്ല, രാക്ഷസന്മാർക്ക് സാധിക്കത്തില്ല. അപ്പൊ അതേമാതിരി ദ്വാപരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ദേവന്മാരെ പീഡിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് അവർ ശക്തരായിത്തീരുന്നു. പിന്നീട് ദ്വാപരയുഗത്തിലേക്ക് വരുമ്പോൾ ത്രേതായുഗത്തിലേക്കാണ്, സത്യയുഗത്തിൽ ത്രേതായുഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ദ്വാപരയുഗത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പീഡിപ്പിക്കുവാൻ അവർക്ക് അസുരന്മാര് അവിടെ നമുക്ക് കാണാം. ആ ഘട്ടത്തിൽ എത്രത്തോളം ശക്തരായിട്ടാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ എത്ര യുദ്ധങ്ങൾ ഇവരുമായിട്ടൊക്കെ നടത്തി. അപ്പൊ ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ നടത്തുന്ന തരത്തിലേക്ക് ദേവന്മാർ പീഡിപ്പിക്കപ്പെടുന്ന തരത്തിലേക്ക് മാറി. അവിടെ ദേവന്മാർ തന്നെ അവതാരമെടുത്തു. ഇതെല്ലാം നമുക്ക് കാണാം. അസുരന്മാർ അവതാരമെടുത്തു, ദേവന്മാരും അവതാരമെടുത്തു. അത് ശരീരം സ്വീകരിച്ചുകൊണ്ടുള്ള യുദ്ധങ്ങളൊക്കെ നമുക്ക് അവിടേക്ക് കാണാം. ഇനി അടുത്ത് ഈ കലികാലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ദേവന്മാരുടെ ശക്തി വളരെയധികം അങ്ങ് ക്ഷയിച്ചു പോകുന്നു. അതായത് ഭൂമിക്ക് തന്നെ സ്വയം എന്ത് ചെയ്യണമെന്ന് ഭൂമിദേവിക്ക് തന്നെ നിസ്സഹായയായിട്ട് തീരുന്ന സ്ഥിതി വരുന്നു. വായു എന്ന് പറയുന്നത് വായുദേവൻ തന്നെ പ്രാണവായു വിട്ടാതെ ജനങ്ങൾ പിടയുന്ന തരത്തിലേക്ക് മാറുന്ന തരത്തിലേക്കൊക്കെ ആയിട്ട് മാറുന്നു. ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇപ്രകാരം വരുന്ന സന്ദർഭത്തിലാണ് ഇവിടെ ജനങ്ങൾ, അത് പ്രത്യേകിച്ച് മനുഷ്യര്, ബാക്കിയുള്ള ജീവജാലങ്ങളുടെ മേലെല്ലാം ആധിപത്യം സ്ഥാപിക്കുന്ന ആസുരികവുമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കൽ. ആസുരികമായ ആധിപത്യം സ്ഥാപിക്കൽ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുകൂടിയുള്ള ആധിപത്യം സ്ഥാപിക്കലിനെ രാക്ഷസവും ആസുരവുമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കലെന്ന് പറയത്തില്ല. പകരം ശക്തി പ്രയോഗിച്ചുകൊണ്ട് ജീവികളെ പിടിച്ച് കെട്ടിയിടുക, അതിനെ പിടിച്ച് കൂട്ടിയിടുക, ചാട്ടവാറടിച്ചൂടെ അതിനെ കൊണ്ട് സർക്കസ് നടത്തിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വംശനാശങ്ങൾ വരുത്തുക, യാതൊരു വിധത്തിലുള്ള ഇതും നടത്തുക, എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ, അത് തന്നെ ദിവസങ്ങളോളം നീളുന്ന ക്ലാസ് ആയിട്ട് മാറും. അതുകൊണ്ട് ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെയാണ്
ഈ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതിന്റെ ഭാഗത്തിലേക്ക് നമ്മൾ എവിടെയെങ്കിലും പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. ചുമ്മാ അതായത് ഒരു മില്യൺ കണക്കിന് വർഷങ്ങൾ നിലനിന്നിരുന്ന പാറകളൊക്കെ ചുമ്മാ അങ്ങ് പൊട്ടിച്ചേക്കുക. ഇനി അതേസമയം ഒരു പാറ നമ്മളെ കൊണ്ട് പൊട്ടിക്കാൻ സാധിക്കും. ഇന്നേ വരെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് ഏതെങ്കിലും ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് ഒരു പാറ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന്? സാധിച്ചിട്ടില്ല. പക്ഷെ പൊട്ടിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിനെയാണ് ഈ ഭഗവാൻ പറഞ്ഞത് സ്തേന ഏവസഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ പരിപാലിക്കാതെ ദേവന്മാരെ മാനിക്കാതെ അങ്ങനെ വരുമ്പോഴാണ് തൈർദത്താൻ അപ്രദായേഭ്യഃ അവരിൽ നിന്ന് ലഭിച്ചത് അവർക്ക് കൊടുക്കാതെ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയതാണിത്. അപ്പൊ ഇത് നമുക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ തന്നതാണ് എന്നുള്ളത് നമ്മൾ മാനിക്കുന്നില്ല. പകരം ഇത് ഞാൻ സൃഷ്ടിച്ചതാണ്, ഉണ്ടാക്കിയതാണെന്നുള്ള ഒരു അഹങ്കാരം കാണിക്കുന്നു. അപ്പൊ ഇത് ഭഗവാൻ ഇഷ്ടപ്പെടാത്ത ഒരു അഹങ്കാരമാണെന്നർത്ഥം. നമുക്ക് ഭഗവാൻ ഇഷ്ടപ്പെടുന്ന ചില അഹങ്കാരങ്ങൾ എടുക്കാം. അതായത് ഞാൻ ഭഗവത് ഭക്തനാണെന്നുള്ള അഹങ്കാരം ആണ് എങ്കിൽ അത് ഭഗവാൻ ഇഷ്ടമാണ്, കുഴപ്പമില്ല. ഞാൻ ദേവന്മാരെ മാനിക്കുന്നവനാണെന്നുള്ള അഹങ്കാരമാവാം, അതൊരു തരത്തിലുള്ള അഹങ്കാരം തന്നെയാണ്. പക്ഷെ അത് ഭഗവാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ദേവന്മാരെ പീഡിപ്പിക്കുന്നവനാണ്. അതായത് പ്രപഞ്ചത്തെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാരെ പീഡിപ്പിക്കലാണ്. ദേവന്മാരെന്ന് പറയുന്നതും പ്രപഞ്ചം എന്ന് പറയുന്നത് വിരാട് പുരുഷനായ ഭഗവാൻ തന്നെയാണ്. അതായത് ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ തന്നെ ഇവർ പീഡിപ്പിക്കുന്നവരായിട്ട് മാറുന്നു, ഉപദ്രവിക്കുന്നവരായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് പാദസ്പർശം ക്ഷമസ്വമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കാലത്ത് വെക്കുമ്പോൾ തന്നെ ഭൂമി ദേവിയെ വന്ദിക്കുന്നത്. ഇങ്ങനെ ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് മനസ്സുകൊണ്ടും വചസ്സുകൊണ്ടും നമുക്ക് ദേവി ദേവന്മാരെ മാനിക്കുക എന്നുള്ളതാണ്, വന്ദിക്കുക എന്നുള്ളതാണ്. സങ്കല്പത്തിലൂടെ നമുക്ക് വന്ദിച്ച് കടന്നു പോകാനേ നമുക്ക് സാധിക്കത്തുള്ളൂ. ബാക്കിയുള്ളതെന്നൊക്കെ പറയുന്നത് പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഒന്നും ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നമുക്കും പല കാര്യങ്ങളും സംഭവിക്കുന്നു. ഇതിന്റെ ഒന്നും ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടതില്ല. ചുരുക്കത്തിൽ നമ്മൾ ഒന്നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ല. നമ്മൾ എന്തിനാണ് ഈ കനപ്പെട്ട ഭാരവും വഹിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകുന്നതെന്ന്? ചില കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ള വിധത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ള വിധത്തിലെന്ന് പറഞ്ഞാൽ ദേവന്മാർ ചിലത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ പോവും. അതുകൊണ്ട് ദേവകോപം ഉണ്ടാവാതിരിക്കുന്ന വിധത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ മറ്റുള്ള ജീവജാലങ്ങളെ ഉപദ്രവിക്കാതെ ജീവിക്കുവാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇവിടെയുള്ള മുഴുവൻ പ്രശ്നങ്ങളും നമുക്ക് കാണാം. മറ്റുള്ള ജീവജാലങ്ങളെയും മറ്റുള്ള ദേവന്മാരെന്ന് പറഞ്ഞാൽ പ്രകൃതി മുഴുവൻ ദേവ സമൂഹമാണ്. അപ്പോൾ അതെല്ലാം പീഡിപ്പിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഉപദ്രവങ്ങൾ വരുന്നത് എന്ന്. പിന്നെ വേറൊന്നുണ്ട്, അതായത് കലികാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെടുന്നത് ധർമ്മമായിട്ട് മാറും. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന അധർമ്മത്തെയുമാണ്. അതായത് ശാസ്ത്രീയമായിട്ടുള്ളതിനെ നിന്ദിക്കപ്പെടുകയും അശാസ്ത്രീയമായിട്ടുള്ളതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ പല വിധത്തിൽ, അതായത് ഒരു ചെടി ഒരു വർഷം എടുത്ത് വളർന്ന് വിത്ത് വിതച്ച് ഒരു വർഷം എടുത്തിട്ട് ധാന്യമാകുന്നതിന് ഒരു മാസം കൊണ്ടുണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അതിലേക്ക് പോകുന്നു. അപ്പൊ ആ തരത്തില് ജൈവമാറ്റങ്ങൾ വരുത്തുന്നു. അപ്പൊ ഇത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. മനുഷ്യനെ തന്നെ ഇതേമാതിരി ഈ 9 മാസം എന്നുള്ളത് മാറ്റിയിട്ട് ഒരു മാസം കൊണ്ട് കുട്ടി വളർന്ന് ജനിക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് ആക്കുന്ന തരത്തിലേക്കൊക്കെ ബുദ്ധി പോകുന്നു. പക്ഷെ ഗവൺമെന്റുകൾ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രം ഒന്നും നടക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇടയ്ക്ക് ഒന്ന് കേൾക്കുകയുണ്ടായി, അതായത് പരീക്ഷണശാലയിൽ തന്നെ തയ്യാറാക്കിയ മാംസഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഹിംസയും ഇല്ല എന്ന് പറഞ്ഞു, ലാബിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഈ തരത്തിലൊക്കെ പലതരത്തിലും പലതും ഇവിടെ ആൾക്കാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് വളരെ ഒരു ജീവിക്കാൻ കൊള്ളാത്തൊരു ലോകമാണ്. പക്ഷേ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉടനെ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം എവിടെയെങ്കിലും ആരും കാണാത്തടത്തേക്ക് പോയി താമസിക്കുക അങ്ങനെയൊന്നുമുള്ളതല്ല. പകരം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട്, നമ്മൾ ആദ്യം തന്നെ പറയുണ്ടായ ഒരു കാര്യം, അതായത് സ്വയം സത്വഗുണം വർദ്ധിപ്പിച്ചാൽ നമ്മളുടെ ചുറ്റും നമ്മുടെ ഉള്ളവരെ കൂടി സത്വഗുണം വർദ്ധിപ്പിക്കുന്നവരായിട്ട് മാറും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ സ്വയം സത്വഗുണം വർദ്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിനെ നന്നാക്കുക എന്ന്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യധികമായിട്ടുള്ള ശക്തിവിശേഷത്തോടുകൂടി ഈശ്വരാധീനത്തോടും കൂടിയിട്ടുള്ള ഒരു വ്യത്യസ്തമായൊരു ജന്മമായിരിക്കണം. അപ്പം സാധാരണക്കാരെ വ്യത്യസ്തമായ ജന്മമാണെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് അവരെ ദുരിതത്തിലേക്ക് തള്ളിവിടാൻ നമുക്ക് ഈ ആധ്യാത്മിക ക്ലാസ്സുകളിലൂടെ ഒരു ഉദ്ദേശവും ഇല്ലാത്തതുകൊണ്ട് അവനവന്റെ ബലത്തിനനുസരിച്ചും ശക്തിക്കനുസരിച്ച് അറിഞ്ഞ് നമുക്ക് ഈശ്വരാനുഗ്രഹമാണ് ആദ്യം വേണ്ടത് എന്നറിഞ്ഞ്, ലോകസേവ രണ്ടാമത്തതാണ്. ഈശ്വരാനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ലോകസേവയായിരിക്കണം, അല്ലാതെ ലോകസേവനം എന്ന് പറയുന്നത് മുഖ്യം എന്നുള്ളതല്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ
ഒരുവന് ശ്രേയസ്കരമായ മാർഗത്തിലേക്ക് വഴി തുറന്നു കിട്ടത്തുള്ളൂ. അപ്പോൾ യജ്ഞശിഷ്ടാശിന സന്തഃ മുച്ചന്തേ സർവകിൽബിഷൈഹി ഭുഞ്ചത്തെ തേത്വകം പാപാഹ യേ പചന്ത്യാത്മകാരണാത്. ഭഗവാൻ ഒന്നുകൂടി പറയുന്നുണ്ട്. മുമ്പ് പറഞ്ഞു അവർ കള്ളന്മാരാണെന്ന് പറഞ്ഞു, ഇപ്പോൾ അവർ പറയുന്ന പാപികൾ എന്നുള്ള പ്രയോഗം നടത്തി. അപ്പൊ അത് യജ്ഞശിഷ്ടാശിനഃ സന്തഃ 13ാമത്തെ ശ്ലോകം. യജ്ഞശിഷ്ടാശിനഃ സന്തഃ സർവകിൽബിഷൈഹി മുച്ചന്തേ യേ ആത്മകാരണാത് പചന്തി തേ തു പാപാഹ അകം ഭുഞ്ചത്തെ. അപ്പൊ യേ പാപാഹ തേ, യേ പാപാഹ ആത്മകാരണാത് പചന്തി തേ അകം ഭുഞ്ചത്തെ എന്ന്. അപ്പൊ യജ്ഞശിഷ്ടാശിന സന്തഃ, യജ്ഞശിഷ്ടമായിട്ട്, യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് കാണാം ബാധ്യതകൾ ഇല്ലാതാക്കി മിച്ചം വരുന്നതിനെയാണ് നമുക്ക് യജ്ഞശിഷ്ടം എന്ന് പറയാൻ സാധിക്കും. ബാധ്യതകൾ ഇല്ലാതാക്കി മിച്ചം വരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? നമ്മൾ ആർക്കും കടക്കാരനാവുന്നില്ല എന്നർത്ഥം. അതായത് കൊടുക്കാനുള്ളത് നമുക്ക് തരാനുള്ളതായിട്ട് നമ്മൾ നിർത്തുക, പകരം നമുക്ക് കൊടുക്കാനുള്ളതായിട്ട് നമ്മൾ വെക്കാണ്ടിരിക്കൽ. ഇത് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും കർമ്മയോഗി എന്ന് പറഞ്ഞു വരുന്നത്. അതായത് ആർക്കും നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള ഇല്ലാത്തവനായിട്ടിരിക്കുന്നത്. അതായത് ദേവന്മാരിൽ നിന്ന് ഇങ്ങോട്ട് മേടിച്ച് എത്ര കാലമായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്നു. ദേവന്മാർക്ക് കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം ഇത് നമുക്ക് ഒരു നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങനെ മൈനസ് വീണുകൊണ്ടിരിക്കുകയാണ്. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേമാതിരിയാണ് സഹജീവികൾക്കായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നില്ല, പകരം അവരിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കലാണ്. എങ്കിൽ അത് മുഴുവനും അവിടെ ആരുടെ അക്കൗണ്ടിൽ നിന്ന് ഒന്നും പോകത്തില്ല എന്നർത്ഥം. അപ്പൊ അത് കാരണം നമുക്കത് മറ്റൊരു വിധത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വേറൊരു വിധത്തിൽ അവർക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ ഇവിടെ ഈ സംസാര ചക്രം തിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഓർഗനൈസേഷന്റെ ഹെഡായിട്ട് ഇരിക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല. അതുകൊണ്ട് നമുക്ക് ആരുടെ കണക്കും ഒരു കണക്കും ഭഗവാൻ ശ്രദ്ധിക്കാതിരിക്കുന്നില്ല. അപ്പൊ എല്ലാ കണക്കും ഭഗവാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യജ്ഞശിഷ്ടം എന്നിവിടെ നമ്മൾ വിശേഷിപ്പിച്ചു കഴിയുമ്പോൾ പറഞ്ഞു നമ്മൾക്ക് മിച്ചം വരുന്നത് എന്നുള്ളൊരു പ്രയോഗം നടത്തില്ല. എന്താണ് ഈ മിച്ചം വരലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പഞ്ചയജ്ഞങ്ങൾ ചെയ്യുക എന്നർത്ഥം. അപ്പൊ പഞ്ചയജ്ഞങ്ങൾ, അതായത് ഇത് അന്നത്തെ കാലത്തെ സങ്കല്പത്തിലാണ് പഞ്ചയജ്ഞം. ഇന്നത്തെ കാലത്തിന് അതാത് കാലഘട്ടത്തിലെ ഈ പഞ്ചയജ്ഞ സങ്കല്പങ്ങളൊക്കെ മാറുന്നു. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ ആ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഞ്ചപാപങ്ങള് ഇതിനകത്തൊരു പ്രാചീന കാലത്തുണ്ടായിരുന്ന ഒരു സങ്കല്പം ഇതാണ്. പഞ്ചപാപങ്ങൾ ചെയ്യുന്ന ഒരു ഗൃഹസ്ഥൻ ആ പഞ്ചപാപങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി പഞ്ചയജ്ഞങ്ങൾ ചെയ്യുന്നു. ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലവിധത്തിലുള്ള പാപങ്ങൾ ചെയ്യുന്നതിന് ആ പാപങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതനുസരിച്ച് യജ്ഞങ്ങൾ ചെയ്യുക എന്നർത്ഥം. കാലാകാലത്തിലൊക്കെ മാറും. അപ്പൊ എന്താണ് ഈ പഞ്ചപാപങ്ങളെന്ന്? ഈ പഞ്ചപാപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: കുട്ടനി, പേഷണി, ചുല്ലി, ഉദകുംബി, മാർജനി. അന്നത്തെ കാലത്ത്. ഇന്ന് അതൊന്നും ഇല്ല. ഇപ്പൊ ഇന്ന് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഈ കുട്ടനി മാർജനി എന്നുള്ള ഒരു പ്രശ്നമൊന്നുമല്ല. എന്താണ് ഈ കുട്ടനി എന്ന്? അപ്പം കുട്ടനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ധാന്യം നമ്മൾ പൊടിക്കുക, അല്ലെങ്കിൽ ഇത് ഈ നെല്ലും പതിരുമൊക്കെ നെല്ല് കുത്തി അരിയാക്കുക എന്നൊക്കെ പറയുന്നതാണ് കുട്ടനി. അപ്പൊ അങ്ങനെ ആ സന്ദർഭത്തിൽ ജീവികളെ ഹിംസിച്ചാൽ ഉണ്ടാകുന്ന പാപമാണ് കുട്ടനി എന്ന് പറയുന്നത്. കുട്ടനി. പിന്നെ പേഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധാന്യത്തെ പേഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അരയ്ക്കുക. അപ്പൊ ധാന്യം അരയ്ക്കുന്ന സമയത്ത് ജീവജാലങ്ങളെ നശിപ്പിക്കുന്നതിനെയാണ് പേഷണി എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നുള്ളത് ചുല്ലി. അപ്പം ചുല്ലി എന്ന് പറഞ്ഞാൽ ചുല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വിറക് കൂട്ടി കത്തിക്കുമ്പോൾ ജീവജാലങ്ങൾക്ക് പീഡനം ഉണ്ടാകുന്നതാണ് ചുല്ലി എന്ന് പറയുന്നത്. പിന്നെ അതേമാതിരി ഉദകുംഭി. ഇപ്പൊ ഉദകുംഭി എന്ന് പറയുമ്പോൾ ഈ കുടത്തിൽ വെള്ളം കോരുന്ന സന്ദർഭത്തില് ഈ ജീവജാലങ്ങളെ എന്തിനെങ്കിലുമൊക്കെ കാണുന്നു, അതിനെടുത്ത് വെള്ളത്തിനടുത്തുനിന്ന് പുറത്തോട്ട് ഇടുന്നു. ഇങ്ങനെ തരത്തിലുള്ള ഈ ഉപദ്രവം കൊണ്ടുവരുന്നതിനെയാണ് ഉദകുംഭി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഉദകുംഭി. പിന്നുള്ളത് മാർജനി.
ഇപ്പൊ മാർജിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി നമ്മൾ വീടും ഒക്കെ തൂത്ത് തുടയ്ക്കുന്ന സന്ദർഭത്തിൽ ജീവികളെ പീഡിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഈ മാതിരിയുള്ള പഞ്ചപാവങ്ങളൊക്കെ വന്നു ചേരുന്നു. അപ്പൊ ഈ പഞ്ചപാവങ്ങളൊക്കെ ചേരുമ്പോഴാണ് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ പഞ്ചയജ്ഞങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ പലതും ഇവിടെ ചെയ്യുന്നു. ഇതെല്ലാം പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നു. അങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് മനസ്സിന് സന്തോഷവും ഉണ്ടാവുന്നു. അതായത് ചുരുക്കത്തിലെന്ന് പറഞ്ഞാൽ ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് സമൂഹത്തിനും മറ്റുള്ളവർക്ക് പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ ഉപദ്രവം കൊടുക്കുന്നത് വളരെയധികം കുറയും. അതായത് ഒരുവന് ഈ ധനം ആർജിക്കുക എന്ന് പറയുന്നതിന് അവിടെ ധനം ആർജിക്കുക എന്ന് പറയുന്നതിനൊക്കെ അന്നത്തെ കാലത്ത് എത്ര ധനം ആർജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പരിധി ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ കാലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം ആർജിക്കുക എന്ന് പറയുന്നത് ബില്യൺസിലേക്ക് പോകുന്ന തരത്തിലേക്ക് മാറി. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ മില്യൺസ് ഒന്നും ഒരു ധനമേ അല്ല. എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കോടിയുടെ വീടുണ്ട്, 4 കോടിയുടെ സ്വത്തുണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലേക്കായി. എന്നിട്ടും പോരാ എന്നുള്ളതിനെ ഒന്നുമില്ല, 4 ഫ്ലാറ്റേ ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചുള്ളൂ. ഈ തരത്തിലാണ് പോക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 2 കുട്ടികളെ ഉണ്ട്, 2 പേരും 2 ഇടത്തേക്കും വിട്ടു. ഒരാളെ അമേരിക്കയിലേക്കും വിട്ടു, ഒരാളെ യൂറോപ്പിലേക്കും വിട്ടു. ഇപ്പോഴെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിട്ടും പോരാ എന്നുള്ള രീതിയിൽ, അതല്ലെങ്കിൽ 2 പേരിൽ ഒരാൾ മരിച്ചു, ഒരാളെ ജീവിക്കുന്നുള്ളൂ, എന്നിട്ടും പോരാ എന്നുള്ള രീതിയിൽ. ഇപ്പൊ എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. എന്താണ് ഇതിനകത്തൂടെയൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരാൾക്ക് വേണ്ടത്, എന്താണ് വേണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്ത തരത്തിൽ ആകപ്പാടെ ഒരു അസ്വസ്ഥത. ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ജീവിതം ഇല്ലാതായി പോയി എന്നുള്ള രീതിയിൽ. ചുരുക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം എന്തിനു വേണ്ടി ജീവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പം കിട്ടിയത്? കുറച്ച് ഓർമ്മകൾ മാത്രം. ഓർത്താൽ നല്ലത്. ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിലാവുമ്പോഴത്തേക്ക് ഓരോ കുപ്പിയും എടുത്തുകൊണ്ട് ഇരിക്കാനും തുടങ്ങും. ഈ തരത്തിൽ കുപ്പി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത തരത്തിലേക്കുണ്ടാകും. എന്തൊക്കെ തരത്തിലാണ് പോകുന്നത്? അല്ലെങ്കിൽ TV ഇങ്ങനെ കണ്ട് കണ്ണ് കഴിക്കുന്നവരെ കാണുന്നു. ഈ തരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയമൊക്കെ ഒരു രാമായണം എടുത്ത് വായിക്കാൻ തോന്നത്തില്ല, ഒരു ഭഗവത്ഗീത കേൾക്കാൻ തോന്നത്തില്ല, ഭഗവാനെ ഒന്ന് സ്മരിക്കാൻ തോന്നത്തില്ല. നീ ഒന്ന് അമ്പലത്തിലേക്ക് പോകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അമ്പലത്തിനകത്ത് കയറ്റത്തില്ല. ഈ തരത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് മാറി. ഒന്നും ആലോചിച്ച് നോക്കിക്കുക. അതായത് ചുരുക്കത്തിലെന്ന് പറഞ്ഞാൽ എല്ലാം വീട്ടിലിരുന്ന യാതൊരുവിധ ആധ്യാത്മികതയും ഇല്ല. അതുകൊണ്ടാണ് അമ്പലങ്ങളിൽ കുറച്ച് അമ്പലത്തിൽ പോകലെന്ന് പറഞ്ഞു വന്നു. അവസാനം അമ്പലങ്ങളും അടച്ചു. ഇപ്പം വീട്ടിലും ഇല്ല, അമ്പലവും എന്ന് പറയുന്നത് പോകാനും ഇല്ലാത്ത തരത്തിൽ. ചുരുക്കത്തിലെന്ന് പറഞ്ഞാൽ ഈ ആധ്യാത്മികത തന്നെ ആൾക്കാരിൽ നിന്ന് ശോഷണം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാറിയെടുത്തു. അപ്പൊ അതുകൊണ്ട് ഇവിടെ യജ്ഞശിഷ്ടാശിന സന്തഹ, ഈ യജ്ഞശിഷ്ടത്തെ അതായത് പഞ്ചയജ്ഞങ്ങളെ കുറിച്ചും മുമ്പ് നമ്മൾ പറയുകയുണ്ടല്ലോ. അപ്പോൾ ഈ പഞ്ചയജ്ഞങ്ങൾ ചെയ്തു കഴിയുമ്പോൾ, അതായത് നൃയജ്ഞം, അതായത് അതിഥി പൂജനം തുടങ്ങിയിട്ടുള്ളതെല്ലാം ചെയ്തു കഴിയുമ്പോൾ അങ്ങനെ ദേവയജ്ഞം, അതിഥിയജ്ഞം തുടങ്ങിയിട്ടുള്ളതെല്ലാം ചെയ്തതിന് ശേഷം എന്ന് പറയുമ്പോഴാണ് ഗ്രഹസ്ഥന് മിച്ചം വരുന്നതാണ് അവിടെ യജ്ഞശിഷ്ടം എന്ന് പറയുന്നത്. ഇതാണ് വേറൊരു തരത്തിലുള്ള സങ്കല്പം. അപ്പൊ ആ സങ്കല്പത്തിനനുസരിച്ചെന്ന് പറഞ്ഞാൽ അവിടെയാണ് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു തീർത്തു കഴിയുമ്പോൾ, അതായത് പിന്നീട് യാതൊരു ബാധ്യതയുമില്ല, സമൂഹത്തോടും ബാധ്യതയില്ല. അത് അന്നത്തേക്ക്, അതായത് ജീവിതത്തിന്റെ അവസാനത്തെ 99ാമത്തെ വയസ്സിൽ ഇനി എനിക്ക് ബാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് മിച്ചം വന്ന 1 രൂപ എടുത്തിട്ട് ഇത് ഞാൻ സംഭാവന നിർവഹിക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ബാധ്യത ഇല്ലായ്മയല്ല. തുടക്കം മുതൽ തന്നെ ഗൃഹസ്ഥനാകുന്ന അന്ന് തൊട്ട് തന്നെ തുടങ്ങുന്ന തരത്തിൽ ഓരോ ദിവസത്തെയും ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തതിന് ശേഷം അങ്ങനെ പുണ്യം മാത്രം ആർജിച്ച് പാപമാർജിക്കാത്ത വിധത്തിലുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അന്നത്തെ കാലത്ത് ഗൃഹസ്ഥൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ യജ്ഞശിഷ്ടാശിന സന്തഹ മുച്ചന്തേ സർവകിൽബിഷൈഹി, അങ്ങനെ അല്ലാത്തവരാണെങ്കിലോ ഭുഞ്ചതേ തേ തു അകം പാപാഹ ഏ പചന്തി ആത്മകാരണാത് പചന്തി, യാതൊരുവനാണോ അവനവന് വേണ്ടിയിട്ട് പാകം ചെയ്യുന്നത് എന്ന് പറഞ്ഞ പാകം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം നേടുന്നത്, തനിക്ക് വേണ്ടിയിട്ട് ധനം നേടുന്നു എന്ന വിചാരത്തില് എന്ന ഭാവത്തിൽ ചെയ്യുന്നവൻ ഭുഞ്ചതേ അഘം പാപാഹ, അഘം ഭുഞ്ചതേ, അവൻ അഘമാണ് അവൻ ഭുജിക്കുന്നത് എന്നർത്ഥം. ആര്? പാപാഹ. അപ്പൊ പാപാഹ ഭുഞ്ചത്തെ എന്ന് ബഹുവചനത്തിലാണ് ഭുഞ്ചത്തെ എന്നുള്ള പ്രയോഗം നടത്തിയിരിക്കുന്നത്. ഇപ്പൊ പാപാഹ പാപികൾ, പാപാഹ എന്നവിടെ പറഞ്ഞിരിക്കുന്ന പാപികള് പാപാഹ ഭുഞ്ചത്തെ എന്ന്. അപ്പൊ അത് രുധാദി ഗണമാണ്. അതുകൊണ്ടാണ് ആ രൂപം കിട്ടിയത്. രുധാദി ഗണത്തിൽ ആത്മനേപദമാണ്.
ഭുങ്ക്തേ ഭുഞ്ചാതേ ഭുഞ്ചത്തെ എന്ന രൂപം. രുതാദിഗണം ഭുങ്ക്തേ ഭുഞ്ചാതേ ഭുഞ്ചത്തെ എന്ന രൂപം. ഉഭയപതിയാണ് ഇവിടെ ആത്മേപദ രൂപമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭുഞ്ചത്തെ എന്ന് പറഞ്ഞത്. അപ്പം പാപാഹ അഘം ഭുഞ്ചത്തെ എന്നുണ്ട്. പാപികൾ, പാപാഹ സമം പാപികള്, പാപികൾ അഘം പാപത്തെ അനുഭവിക്കുന്നു എന്ന്. യേ പചന്തി ആത്മകാരണാത്. അപ്പൊ യാതൊരുവനാണോ അവനവൻ എന്നുള്ള രീതിയിൽ ഇതിനെ ചെയ്യുന്നത്, കർമ്മം ചെയ്യുന്നത്, അവര് പാപത്തെത്താണ് അനുഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത് നമുക്ക് ആർക്കും കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കും സമ്പാദിക്കാൻ ഒരു താല്പര്യമേ ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് കൊണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സമ്പാദിക്കാൻ ഒരു താല്പര്യമുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, മറ്റൊരാൾക്ക് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അതോടുകൂടിയിട്ടുള്ള നമ്മുടെ ഈ ഓട്ടം മുഴുവൻ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ചുരുക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത്. പക്ഷെ ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, ഇത് തിരിച്ചറിയുന്നുമില്ല. നമ്മൾ ശരിക്കും നേടുന്ന സമ്പത്തിന്റെ എത്ര ശതമാനം നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു? ഒരു 10-15% ഒരു ജീവിതം കൊണ്ട് മുഴുവൻ ഒരു വീട് കെട്ടി, ഇത് എന്റെ വീടാണെന്ന് പറയുമ്പോഴത്തേക്ക് മരണമെത്തി. അത് കഴിയുമ്പോൾ പിന്നെ ആർക്കാണെന്ന് ഈ വീട് അങ്ങനെ തന്നെ അടുത്ത തലമുറയിലേക്ക് പോകുന്നു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 50 ലക്ഷം കടം മേടിക്കാതെ കയ്യിലിരുന്ന് എല്ലാം കൂടെ ചേർന്ന് അവസാനത്തെ ഉള്ള കാശ് വരെ ഉപയോഗിച്ചുകൊണ്ട് 50 ലക്ഷത്തിന്റെ വീട് മേടിച്ചു. അങ്ങനെ എന്റെ സ്വത്തായി 50 ലക്ഷം ഞാൻ നേടി എന്ന് പറഞ്ഞിട്ട് ആ നേടിയ 50 ലക്ഷത്തിന്റെ സ്വത്ത് അങ്ങനെ തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോയി. ചുരുക്കത്തിൽ നമ്മളിപ്പോ എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേടി എന്നൊരു തോന്നൽ നേടി, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ജീവിച്ചിരിക്കുന്ന കാലത്ത്. അപ്പൊ ഇത്രയ്ക്ക് നിസ്സാരമാണ് കാര്യങ്ങൾ. ഇത് അതുകൊണ്ടാണ് നമുക്കിപ്പം വന്നു ചേരുന്നതിൽ ആഹ്ലാദം വലുതായിട്ട് കാണിക്കേണ്ട കാര്യവുമില്ല. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുന്നതിനകത്ത് വലിയ ദുരിതവും കാണിക്കേണ്ട കാര്യമില്ല. പകരം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ മിനിമം തോതിൽ നമുക്ക് നഷ്ടമില്ലാത്ത വിധത്തിൽ നമുക്ക് ഒത്തുപോയാൽ തന്നെ ജീവിതം ധന്യമായി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറും. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് കുറച്ച് സത്വപ്രധാനമായിട്ട് ഈ സമൂഹത്തിന്റെ എന്തെങ്കിലും വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പ്ലാൻ ഒന്നും ഇല്ലാത്ത സാമാന്യ രീതിയിൽ സാധാരണ രീതിയിൽ അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഉടൻ തന്നെ ഈ നേതൃസ്ഥാനത്തിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവരിതൊന്നും കേൾക്കട്ടെ, ഈ തരത്തിലല്ല പോകേണ്ടത്. പകരമെന്ന് പറഞ്ഞ് അവർ ധാരാളം സമൃദ്ധമായിട്ട് അവർക്ക് ശക്തിയുണ്ട്. അപ്പൊ ശക്തിയുള്ളവർ അതനുസരിച്ച് പ്രയോഗിക്കട്ടെ, ധനമുള്ളവർ അതനുസരിച്ച് പ്രയോഗിക്കട്ടെ. അതില്ലാത്തവർക്കും ഈ തരത്തില് സാധാരണ രീതിയിൽ അവനവന്റെ കാര്യം നോക്കി പോകുന്നവർ അങ്ങനെ പോകട്ടെ. അപ്പൊ അതുകൊണ്ട് ഭുഞ്ചതേ തേ ത്വകം പാപാഹ എന്ന് പറയുമ്പോൾ ഇല്ലാത്തവര് അവരുടെ കഴിവിനനുസരിച്ച് യജ്ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക, ഉള്ളവര് അതിനനുസരിച്ച് കാര്യത്തിൽ ശ്രദ്ധിക്കുക. അപ്പൊ യജ്ഞം എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് യജ്ഞമാണ്. അതേമാതിരി സ്വശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ അതും യജ്ഞമാണ്. ആയുസ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാൽ അതും യജ്ഞമാണ്. ഇതെല്ലാം ഇവിടെ ദേവപീഠ കൂടാതെ ചെയ്തു കഴിയും. ദേവപ്രീതി എന്നുള്ള രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ യജ്ഞമാവത്തുള്ളൂ. ദേവപീഠ എന്നുള്ള തരത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് ആസുരവും ആകുന്നു. ഈ വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. കാരണം ആധുനിക കാലഘട്ടത്തിൽ എന്താണ് ആസുരവും എന്താണ് ദൈവം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ സമ്മിശ്രമായി പോയി. അത് ഈ കാലഘട്ടത്തിന് പ്രത്യേകതയാണ്. അപ്പൊ ഇപ്പം ഈ യജ്ഞത്തെ ഭഗവാന് ഇവിടെ യജ്ഞത്തെയും കർമ്മഫലത്തെയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്ലോകമാണ്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാദ്ഭവതി പർജന്യഃ യജ്ഞകർമ്മ സമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം എന്ന് ഈ രണ്ട് ശ്ലോകങ്ങൾ. 14-ാമത്തെയും 15-ാമത്തെ ശ്ലോകം. അന്നാദ് ഭൂതാനി ഭവന്തി പർജന്യാദ് അന്ന സംഭവഃ ഭവതി. യജ്ഞാത് പർജന്യഃ ഭവതി യജ്ഞകർമ്മ സമുദ്ഭവ ഭവതി. അപ്പോൾ അന്നാദ് ഭൂതാനി ഭവന്തി, അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ജീവികൾ ഉണ്ടാകുന്നത്, പ്രാണികൾ ഉണ്ടാകുന്നത്. പർജന്യാദ് അന്ന സംഭവ, പർജന്യം മഴ കൊണ്ടാണ് അന്നമുണ്ടാകുന്നത്. യജ്ഞാത് പർജന്യഃ ഭവതി, യജ്ഞത്തിൽ നിന്നാണ് പർജന്യം മഴയുണ്ടാവുന്നത്. പർജന്യം മേഘം, മഴയുണ്ടാവുന്നത്. യജ്ഞകർമ്മ സമുദ്ഭവ ഭവതി, യജ്ഞമാവട്ടെ കർമ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതാണ് ഒരു സംബന്ധം എന്ന് പറയുന്നത്. പിന്നെ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി,
കർമ്മ ബ്രഹ്മോദ്ഭവം, ഇവിടെ ബ്രഹ്മ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വേദത്തിനെയാണ്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി, കർമ്മം വേദത്തിൽ നിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ വേദത്തിലാണ് കർമ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏത് കർമ്മം? യജ്ഞം എന്ന് പറയുന്ന കർമ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വിദ്ധി ബ്രഹ്മ അക്ഷര സമുദ്ഭവം ഭവതി. അപ്പോൾ ബ്രഹ്മം എന്നിവിടെ പറഞ്ഞിട്ട്, ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുന്ന വേദത്തെ, ഈ വേദം അക്ഷര സമുദ്ഭവം ഭവതി, അക്ഷരം എന്ന് പറഞ്ഞിരിക്കുന്ന പരമാത്മ, പരമാത്മാവിൽ ഉണ്ടായതാണ് വേദം. തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഇപ്പൊ തസ്മാത് ജാതം എന്നർത്ഥം. അപ്പൊ തസ്മാത് പുരുഷാത്, അപ്പോൾ പുരുഷനിൽ നിന്നുണ്ടായതായ സർവഗതം ബ്രഹ്മ, അതായത് സർവഗതം ബ്രഹ്മ എന്നിവിടെ പറഞ്ഞിരിക്കുന്ന വേദത്തിനെയാണ്. അപ്പോൾ ആ പുരുഷനിൽ നിന്നുണ്ടായതായ വേദം നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം, അത് യജ്ഞത്തിൽ പ്രതിഷ്ഠിതം ആണ്. ചുരുക്കത്തിലെ വേദം യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ്, യജ്ഞം വേദത്തിൽ പ്രതിഷ്ഠിതമാണ്. യജ്ഞം വിഷ്ണുവാണ്, വേദം വിഷ്ണുവിൽ നിന്ന് വന്നതാണ്. ഇത്തരത്തിലുള്ള സംബന്ധം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രകൃതി മനുഷ്യന് ഈശ്വരന്, അതായത് കർത്ത, മനുഷ്യൻ എന്ന് പറയുമ്പോൾ കർത്ത, മനുഷ്യൻ കർത്ത ഈശ്വരൻ തുടങ്ങിയിട്ടുള്ള ഒരു സംബന്ധമാണ് യജ്ഞസങ്കല്പത്തിലൂടെ ഭഗവാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹ യഃ അഘായുരിന്ദ്രിയാരാമഃ മോഹം പാർത്ഥ സ ജീവതി. ഏവം പ്രവർത്തിതം ചക്രം യഃ മാനവഃ, ഹേ പാർത്ഥ, ഏവം പ്രവർത്തിതം ചക്രം ഇഹ ലോകേ യഃ ന അനുവർത്തയതി സഹ അഘായുഃ ഇന്ദ്രിയാരാമഃ മോഹം ജീവതി. ഭഗവാൻ ഇനി ഒന്നുകൂടെ പറയുകയാണ്, അതായത് ഈ പറഞ്ഞതായിട്ടുള്ള തത്വത്തെ യാതൊരുവൻ തിരിച്ചറിയുന്നില്ലയോ? ഏവം പ്രവർത്തിതം ചക്രം, ഇപ്രകാരമുള്ള ഈ ചക്രത്തെ ഇഹ ലോകേ യഃ ന അനുവർത്തയതി, യാതൊരുവൻ അനുവർത്തിക്കുന്നില്ലയോ, അതായത് ഉപേക്ഷ കാണിക്കുന്നുവോ? അഘായുഹു സഹ, അതായത് അഘം പാപം, പാപ്പ ആയസ്സോടുകൂടിയവൻ എന്ന് പറഞ്ഞാൽ പാപ്പി എന്നത്, അഘായുസം പാപ്പി, ആ പാപ്പിയായ അവന് ഇന്ദ്രിയാരാമ, അവൻ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ട്, ഇന്ദ്രിയ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുകയും കേൾക്കുന്നതിനകത്തൂടെയൊക്കെ തൃപ്തനായിട്ട് നടക്കുന്ന അവന് മോഹം ജീവതി, മോഹം എന്ന് പറഞ്ഞ വൃഥ, അതായത് വെറുതെ ജീവിച്ചു പോകുന്നു എന്ന് മാത്രം. അവൻ ചത്താലും ഇവിടെ ഒന്നും യാതൊരു മാറ്റവുമില്ല, അവൻ ജീവിച്ചാലും മാറ്റവും ഇല്ലാത്ത തരത്തിൽ അവനെ കൊണ്ട് പ്രപഞ്ചത്തിന് ഉപദ്രവമല്ലാണ്ട് ഉപകാരം എന്ന് പറയുന്നത് ഉണ്ടാവുന്നില്ല. അവനെ കൊണ്ട് സമൂഹത്തിനും ഉപകാരമില്ല, അവനെ കൊണ്ട് ഒന്നിനും ഉപകാരമില്ല എന്നത്. എന്നാൽ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരുവൻ വിചാരിക്കുകയാണ് ഇഷ്ടംപോലെ സമ്പത്തുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മക്കൾക്ക് ഉപകാരം ചെയ്തിട്ടാണല്ലോ പോകുന്നത്. ആ സമ്പത്തുണ്ടാക്കിയതെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിന്ന് കടം മേടിച്ചിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാതെ കണക്ക് എഴുതി വെക്കാതെ ആളങ്ങ് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് മുഴുവൻ മക്കളുടെ പേരിലാകുകയും ചെയ്യും, ആർക്കും തിരിച്ചിട്ട് കൊടുക്കുകയും വേണ്ട, പിന്നെ ഒരു കേസായാൽ പോലും തെളിവില്ലാത്ത തരത്തിലാക്കി മാറ്റുക. ഇങ്ങനെയൊക്കെ ആക്കി മക്കൾക്കുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലോ, അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ചാൽ മതിയല്ലോ, മക്കൾ അനുഭവിച്ചാൽ പോരല്ലോ. പക്ഷേ ഈ കർമ്മഫലത്തിന്റെയും കർമ്മത്തിന്റെയും യജ്ഞത്തിന്റെയും ഒക്കെ എന്ന് പറയുന്നത് ഒരു വിസ്തരിക്കപ്പെട്ട ഒരു മേഖലയാണ്. ആ മേഖലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊന്നുകൂടെ ഉണ്ട്. ആ വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ധനം കൊണ്ട് അവരുടെ മക്കൾ നന്നാവത്തില്ല എന്ന് മാത്രമല്ല, ആ മക്കളുടെ മക്കളും ഒക്കെ അതിൻ്റെ ദുരിതവും കൂടെ കൂട്ടത്തിൽ അനുഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ അർഹതയില്ലാത്തതായ ധനം കൈവശമുണ്ട് എങ്കിൽ അതിൻ്റെ ദുരിതം എന്ന് പറയുന്നത് തലമുറകളോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലേക്ക് ദുരിതം മാറുന്നു. ഇനി അർഹതയുള്ള ധനമാണ് കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞ് തലമുറകൾ തന്നെ സത്വാഭിവൃദ്ധി വന്ന് ഈശ്വരാനുഗ്രഹം കൂടി 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 സമ്പദ് സമൃദ്ധിയിലേക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ക്രമമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിന് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പാപാധിക്യം എന്ന് പറയുന്ന തലമുറകളുടെ പാപാധിക്യം വന്നു എന്ന് പറയേണ്ടി വരും. ഇതൊക്കെ എന്ന് പറയുന്നത് ഈ പുനർജന്മത്തെയൊക്കെ ആശ്രയമാക്കിക്കൊണ്ട് നടക്കുന്ന വിചാരങ്ങൾ മാത്രമാണ്. അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയും പോകാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അത് ചില സമയത്തെന്ന് പറയുന്നത് മുഴുവൻ സർവ്വവും മിഥ്യയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന തരത്തിൽ പറയുമ്പോൾ ആ തരത്തിൽ നമ്മൾ ചിന്തിച്ചു പോകുന്നു. അതല്ല, ഈ പുനർജന്മം എന്ന് പറയുന്നതൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ആ തരത്തിൽ പോകുന്നു. നമ്മളിവിടെ ശാസ്ത്രം പറയുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിനകത്ത് ഇന്നതാണ് സത്യം എന്നുള്ള രീതിയിൽ പറയുന്നില്ല. കാരണം ഇന്നതാണ് സത്യം എന്നുള്ളത് എന്ന് പറയുന്നത് ഭഗവാന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് സാരം. അപ്പം ചുരുക്കത്തിൽ നമുക്കിവിടെ ഭഗവത്ഗീത പഠിച്ചു നോക്കുക, അതിനകത്തുനിന്ന് എന്തെങ്കിലും നമുക്ക് സത്യം മനസ്സിലാക്കാൻ സാധിച്ചാൽ നല്ല കാര്യം, പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ടെക്സ്റ്റ് പഠിച്ചു നോക്കുക എന്ന് മാത്രം.
അപ്പം ഇതോടുകൂടിയിട്ട് ഈ ഒരു 16ാമത്തെ ശ്ലോകത്തോടു കൂടിയിട്ട് ആ യജ്ഞസങ്കല്പം ഇവിടെ ഭഗവാൻ ഇന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതിഹയഃ അഘായുരിന്ദ്രിയാരാമഃ മോഹം പാർത്ഥസ ജീവതി. അപ്പോൾ ഇപ്രകാരം പ്രവർത്തിക്കപ്പെട്ടതായ ഈ ചക്രത്തിനെ യാതൊരുവനാണോ അനുവർത്തിക്കാതിരിക്കുന്നത് സഹ അഘായുഹു, ആയസ് വൃഥാവിലാക്കിക്കഴിഞ്ഞ അവന്, ഇന്ദ്രിയാരാമഃ മോഹം വൃഥാവിൽ ഹേ പാർത്ഥ ജീവിക്കുന്നു എന്നർത്ഥം. അപ്പം ചുരുക്കത്തിലെന്ന് പറഞ്ഞാൽ ഭഗവാന് തന്നെ ഒരു മതിപ്പില്ലാത്തവനായിട്ട് അവൻ ജീവിക്കുന്നു. എങ്ങനെ? ദേവന്മാർക്ക് വേണ്ടുന്നത് ദേവന്മാർക്ക് കൊടുക്കാതെ ഈ അവനവന് വേണ്ടിയിട്ട് മാത്രം ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാളിനെ ഭഗവാൻ അത്രത്തോളം നിന്ദ്യമായിട്ടും ആണ് കാണുന്നത് എന്ന് നമുക്ക് ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.